എന്തായാലും എന്നാലും ഒരെണ്ണമെങ്കിലും ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് പറഞ്ഞു ഇത് എങ്ങനെ ചെയ്തു. നിരന്തരം വായിക്കുന്ന, കുറച്ച് മാസങ്ങളായിട്ട് വായിക്കുന്ന ഒരാളുടെ ഒരു 6 മാസത്തെ ഒരു 3 മാസത്തെ ലൈബ്രറി പുസ്തകങ്ങളുടെ ലിസ്റ്റ് തന്ന അയാളെ പറ്റി ഞാൻ 3 പേജുള്ള പ്രബന്ധം എഴുതാം എന്നാണ് എൻ്റെ വാദം. How did this come to be? ഇതൊന്ന് അതെങ്ങനെ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഇത് എപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്? എത്രത്തോളം നിങ്ങൾ ഇൻ്റലക്ച്വൽ ആവുന്നു അത്രത്തോളം എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് ചെയ്യാൻ, ഈ എഫക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എളുപ്പമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, അത് വരയ്ക്കുക, മനസ്സിൽ വരച്ചാൽ മതി. ഇതെങ്ങനെ? ഐ ഡോണ്ട് നോ, ഐ മീൻ ഞാൻ പറഞ്ഞു തരില്ല. അയ്യോ, ഹൈപ്പത്തിൽ കുറച്ചുകൂടെ നീട്ടിക്കോളൂ, മേ ബി 30 minutes or an hour. Really? I can teach you this. This? That's unbelievable. അപ്പോൾ ഞാൻ അതായത് അദ്ദേഹം ഒരു കാര്യം ചെയ്തത്, ഈ ക്ലെയിംഡ് ഇത് സൂപ്പർ നാച്ചുറൽ ആണെന്ന്. സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ ഫ്രണ്ട് ആക്കലൊന്നുമില്ല, സത്യമായിട്ടുമില്ല. എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത് ഭയങ്കര ഒരു ബാധ്യത കൂടിയാണ്. എനിക്കതൊരു വിഷമായാലോ അല്ലെങ്കിൽ എനിക്കതൊരു കുറച്ചിലായാലോ എന്ന് പറഞ്ഞാൽ ആളത് പെർസീവ് ചെയ്തില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ആകെ ഞാൻ ബ്രേക്ക് ഡൗൺ ആയി പോയ മൊമെൻ്റ് ആയിരുന്നു. ഈ മെൻ്റലിസവും മെൻ്റൽ മാജിക്കും തമ്മിൽ വിട്ടു നിൽക്കാൻ, സിഗ്നിഫിക്കൻ്റ്ലി വിട്ടു നിൽക്കാൻ ഒരു 5 or 6 അത്രയേ ഉള്ളൂ, 5 or 6 സബ്ജക്റ്റുകളുടെ ബലത്തിലാണ്. Hello and welcome everybody to In Focus, and our guest needs no introduction, mentalist Adi. ആദിനെ എനിക്ക് തോന്നുന്നു ഹാപ്പിനെസ് പ്രോജക്റ്റിന് ശേഷം ഞാനൊരു ഷോയിന് കണ്ടിരുന്നു, ആൻഡ് അതിനുശേഷം നമ്മൾ കോവിഡിൻ്റെ സമയത്ത് സംസാരിച്ചിരുന്നു. സോ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ദിസ് അസോസിയേഷൻ ഹാസ് ബീൻ ഗോയിങ് ഓൺ ആൻഡ് ഓഫ്, ആൻഡ് ഫൈനലി വീണ്ടും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സോ വെൽക്കം ടു ദി ഷോ ആദി. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് അടുത്ത കാലത്തൊന്നും ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. Adi, and I'm also excited to talk to you, Adi, because I think you have this very beautiful, very sharp, magnificent brain. അതിൻ്റെ ഫുൾ ഒപ്റ്റിമം കപ്പാസിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്ത്, ആൻഡ് മെൻ്റലിസം as I understand more and more, ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ്സ് ലൈക്ക് യൂസിങ് എവറി ഫാക്കൽറ്റി ഓഫ് യുവർ ബ്രെയിൻ ടു മേക്ക് ദിസ് എക്സ്പീരിയൻസ് റിയൽ ഫോർ പീപ്പിൾ. അല്ലെ, ആ വരുന്ന ആൾക്കാർക്ക് ഈ എക്സ്പീരിയൻസ് റിയൽ ആവാനും അത് അനുഭവിക്കാനും അത് എൻജോയ് ചെയ്യാനും എല്ലാ ഫാക്കൽറ്റീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അതിശയം. ഡു യു അഗ്രി വിത്ത് ഇറ്റ്? ഡെഫിനറ്റ്ലി. ആൻഡ് സോ വെൻ യു ഈ ഒരു ജേർണി സ്റ്റാർട്ടായത്, ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ശരിക്കും ആദ്യം ഈ മെൻ്റലിസത്തിലേക്ക് തിരിയാൻ കാരണം എന്താണ്? അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ. 2816 ദിവസമായി നമ്മുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ റിലീസായിട്ട്. അല്ലല്ല, അത് പറയാൻ കാരണം നാളെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ഉണ്ടായേനെ. അതെന്താണ്? അപ്പോൾ 2817 ആയേനെ. 28 November 2017 ആ ഡേറ്റ്, റിലീസായ ഡേറ്റ്. ആൻഡ് അതേ ദിവസമായേനെ 28/17. ഞാൻ ബേസിക് ഒരു കോയിൻസിഡൻസ് പറയട്ടെ. ഞാൻ ഈ സാരി വൈറ്റ് ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ ഇടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ വേറൊരു കളറാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഞാൻ സ്വോപ്പ് ചെയ്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇത് ഇട്ടു. ഒരാൾ വന്നിരിക്കണു, അതിന്റെ ക്രെഡിറ്റ് വേണമെങ്കിൽ ഗ്രേ ബ്ലാക്ക് ആൻഡ് a little bit of light gray. So it's magic. It's magic. And life is full of coincidences. Indeed. Do you believe in coincidences? Definitely. Coincidences വിശ്വസിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ അത് ഈ പറയുന്ന ചിലവർ പറയും ഡസ്റ്റ്, അത് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിൽ വിശ്വാസമൊന്നുമില്ല, അങ്ങനെയില്ല. കോയിൻസിഡൻസ് തന്നെയാണ്. ചിലർക്കത് കണക്ട് ചെയ്യാൻ അങ്ങനെയാണ് ഇഷ്ടം, അവരങ്ങനെ കണക്ട് ചെയ്തോട്ടെ. എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു ട്രിക്ക് എന്തെങ്കിലും. ഓക്കെ, നിങ്ങൾ ആർട്ടിസ്റ്റാണോ അല്ലെ? വരക്കോ? വരയ്ക്കുമായിരുന്നു. ഓക്കെ, എളുപ്പം വരക്കാൻ പറ്റുന്ന ഒരു കാര്യം അതെന്തോ ആവാം. യു ക്യാൻ തിങ്ക് ഓഫ് ആൻ ആസ്ട്രോനോട്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു ഹെലികോപ്റ്റർ, അതൊക്കെ മനസ്സിൽ വരാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് തിങ് അല്ല. ഒരു വീട് വരക്കുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഒരു മരം, കിണർ, അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനെ അല്ലാതെ ഒരു ഇതായിട്ട് അങ്ങനൊരു വിചാരിച്ചാൽ മതി. വിചാരിച്ചു അങ്ങനെ ആസ്ക് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അതെന്താന്നുള്ളത് അതിപ്പോൾ ഇപ്പം ട്രീ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എഴുതിയാൽ മാത്രം മതി. പക്ഷെ എന്നെ കാണിക്കണ്ട, വേറൊന്നും പറയില്ല. ക്ലിയർ ആയിട്ട് എഴുതുക, ഞാൻ തിരിഞ്ഞേക്കാം. ഓക്കെ, കിട്ടില്ല, അതൊക്കെ മാറ്റി വെച്ചോളൂ, അത് നമുക്ക് വേണ്ട. വെറുതെ ഒരു സിമ്പിൾ ഡ്രോയിങ് വരക്കാൻ നോക്കൂ, അതിനെ പറ്റിയിട്ടുള്ള. സോ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പിക്ചറാണ്. അതെ, നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, അത് വരക്കുക.
മനസ്സിൽ വരച്ചാൽ മതി. ഏറ്റവും മിനിമലായിട്ട്, ഭയങ്കര കളർഫുള്ളായിട്ടൊന്നും വേണ്ട. ഗുഡ്. എനിക്കറിയേണ്ടത് എന്തായിരുന്നു ആ തോട്ട് പ്രോസസ്സ് എന്നാണ്. പെട്ടെന്ന് ഇപ്പം ആദ്യം പറഞ്ഞ ഉടനെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ആ ഒരു ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, എനിക്ക് എന്ത് ചിന്തിച്ചു എന്നല്ല ഞാൻ ചോദിച്ചത്, എങ്ങനെ ചിന്തിച്ചു എന്നാണ്. അതായത് അതിൽ എന്താന്ന് പറയരുത് ഒരിക്കലും, എങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ആലോചനയുണ്ടോ, എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്ന ഒരു ഇമേജാണ്. അതായത് അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈസ് ദെയർ എനി വേ ദാറ്റ് ഐ കുഡ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് യുവർ ഡിസിഷൻ? നോ വേ, ബിക്കോസ് അത് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു. റാൻഡം ആയിരുന്നു. ഓക്കെ, അത് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുണ്ട്, അതാണ് പറയുന്നത് അല്ലേ? ആലോചിക്കുകയാണ് ഞാൻ. ദാറ്റ്സ് ഓക്കെ തന്നെയാ, ഞാൻ പറഞ്ഞിരുന്നു. ഇത് വാലറ്റാണ്, ആദ്യയുടെ വാലറ്റാണ്. It's been sealed though. It's sealed, huh? Yeah, it is. I want you to, yeah. പേപ്പർ അതെന്താ ചെയ്യണ്ടേ? നന്നായിട്ട് വരച്ചു തോന്നുന്നു. What? How did you get this? Did you suggest this to me at any point? ഞാനതാ ചോദിച്ചത്, ഞാൻ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത പോലെയൊക്കെ തോന്നിയോ? വന്നപ്പോൾ അതിലത് ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും അതിലൊറ്റ envelope ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ എന്താണെന്ന്. പിന്നെന്താ അറിയാനോ? ഇറ്റ്സ് എ സ്വാൻ. എൻ്റെ മനസ്സിൽ വന്ന റാൻഡമായിട്ട് വന്ന പിക്ചറാണ്. ഞാൻ ആക്ച്വലി എനിക്ക് ഓർമ്മയുള്ളത്, ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിരുന്നപ്പോൾ അതിൽ ഒരു സാരിയുടെ ഇത് തോന്നലാണ്. ഇത് നന്നായി ഇപ്പം പറഞ്ഞത്. ഇപ്പം തോന്നുന്നത് ഒന്നാമത് ഇത് ക്ലിയർ ആക്കിയത് വളരെ, അതായത് ക്ലിയർ ആക്കേണ്ടത് വളരെ ആവശ്യമാണ്. ധന്യനെ എല്ലാവർക്കും വിശ്വാസമായിരിക്കും. നമ്മൾ എപ്പോഴും ഇത് ചെയ്താലും ഏതെങ്കിലും, ഞാനത് പറയട്ടെ, അലവലാദികൾ അവർ പറയും ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, സെറ്റപ്പാണ് പറയും. ഇത് നിങ്ങൾ പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, അങ്ങനെ അത്. അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിന് ഒരു ആവശ്യമുണ്ട് ചിലത് കണക്ട് ചെയ്യാൻ. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ അതായിക്കോന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കണക്ഷനാണെന്ന് ഞാൻ പറഞ്ഞത്, അതല്ല കാരണം. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അറിയോ, ഇതല്ലെങ്കിൽ എനിക്ക് സാധാരണ നമ്മളൊരു എഫക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ABCD വരെ പ്ലാൻ ഉണ്ടാവലുണ്ട്, അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. അതായത് ഇത് താനല്ലയോ അതെന്ന പോലെ എനിക്ക് വേറെന്തെങ്കിലുമൊക്കെ ആക്കാം. നമ്മൾ നാലുകളിൽ വീഴണല്ലോ, സോറി പറയുന്നതിൽ അത്ര ഒരു പഞ്ചില്ല പെർഫോം ചെയ്യുമ്പോൾ. കാരണം ഇപ്പോൾ പണ്ടൊക്കെ ഓക്കെ, ഇപ്പോൾ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഉണ്ടാവണല്ലോ. അപ്പം നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും ആദ്യം എനിക്ക് ഈ സ്വാൻ എവിടെയോ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പിക്ചർ എൻ്റെ മനസ്സ് എവിടെ നിന്ന് വരും. സ്വാൻ ഓഫ് ഓൾ തിങ്സ്. ആ തോട്ടോടുകൂടി നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റട്ടെ. അയ്യോ പറ്റത്തില്ല, പറ്റരുത്. അതുകൊണ്ട് ഇപ്പൊ പറ്റത്തില്ല, അല്ല പറ്റരുത് എന്നുള്ള തോട്ട് നിങ്ങളുടെ ഉറക്കം കുറച്ചൊക്കെ പ്രൊലോങ് ചെയ്യുവാണെങ്കിൽ, അതുകൊണ്ടാണ് എൻ്റെ ഷോന് ഇൻസോംനിയ എന്ന് പേരിട്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്നാലും പറയണ്ട, മറ്റത് ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ ആദ്യമായിട്ട് ഐ കോണ്ടാക്ട് വെക്കുന്നില്ല. കാരണം എനിക്കിനി ഐ കോണ്ടാക്ട് ചെയ്ത പോലെ ഹിപ്നോസിസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഓൾറെഡി ചെയ്തിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഞാൻ ഒന്നിനോടും പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷെ ആദ്യം എവിടെയോ ഈ സോൺ എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ് നമ്മൾ സുഹൃത്തുക്കളാണെന്നുള്ളത് നിങ്ങൾ മറന്നുപോയി. എത്രത്തോളം നിങ്ങൾ ഇൻ്റലക്ച്വൽ ആവുന്നു അത്രത്തോളം എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് ചെയ്യാൻ, ഈ എഫക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എളുപ്പമാണ്. ദ മോർ ഇൻ്റലക്ച്വൽ യു ആർ, ഈസി ഫോർ മീ ടു വർക്ക് വിത്ത് യു. കാരണം യു വിൽ ഫോളോ ഇൻസ്ട്രക്ഷൻസ്. തൊട്ടടുത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാത്തിടത്തോളം ഇതിപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ ആണ്, പക്ഷേ ഇൻ്റർവ്യൂ മാറി പെർഫോം ചെയ്യാൻ തുടങ്ങുന്ന മുതൽ യു ആർ ഇൻ മൈ പ്രോക്സിമിറ്റി. നിങ്ങൾക്ക് എന്താ നടക്കുന്നതെന്ന് അറിയില്ല. സ്റ്റേജിലാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രമിസിൽ എൻ്റെ മ്യൂസിക്, എൻ്റെ സറൗണ്ടിങ്സ്, എൻ്റെ നിർദ്ദേശങ്ങൾ, എൻ്റെ നോട്ടം, എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ മൗനം, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ആ കഥയിലേക്ക് വരാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ സേഫാണ്. അതൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. ഈ സ്റ്റേജിൽ എളുപ്പമല്ല.
അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തോക്കി നിങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാം കണ്ടുപിടിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ദേ ആർ ഫേക്ക്. ഡോണ്ട് ബിലീവ് എ വേർഡ് ദേ സേ. ഓക്കെ, അത് ഏത് ഗുരുവായാലും ശരി, ഏത് പിന്നെ ദൈവമായാലും ശരി, മജീഷ്യനായാലും ഒന്നും വിശ്വസിക്കരുത്. വാട്ട് വി ആർ ട്രൈങ് ടു സേ അച്ചീവ് ഓർ ഫിഗർ ഔട്ട് ഇസ് ദ റൂട്ട്, ഹൗ യു റീച്ച് ദെയർ. അതായത് ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു തോട്ടിനെ പറ്റിയിട്ടല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്ന കഥകളിലൂടെ സഞ്ചരിച്ച് അല്ലെങ്കിൽ എൻ്റെ അവിടെ നിങ്ങൾ എത്തുന്ന ആ റൂട്ടാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചോളൂ. ഇനി ഈ റൂട്ടിൽ നിങ്ങൾ അവിടെ എത്തിയില്ലെന്ന് വിചാരിച്ചോ, ദെയർ കംസ് ദ മാജിക് പാർട്ട്. അത് കുറേ കൂടി ഡയബോളിക് ആയിരിക്കും. അതായത് മറ്റത് കുറച്ച് ഇന്നസെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഇൻ്റലക്ച്വൽ ഗെയിമായിട്ട് തോന്നുമെങ്കിലും ഈ മാജിക് എവിടെ ഹിറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. ഡെഫിനറ്റ്ലി മേക്ക് ബിലീഫ് ആണ്. And that brings you closer to wherever you want to get the person to. അത് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് നേരെ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാം. മനസ്സിലായി? അതായത് എനിക്കൊരു വേരൊക്കെ കറക്റ്റ് ഉണ്ട്. ഇതിങ്ങനെ നിൽക്കുമ്പം ഇവിടുന്ന് ഞാൻ പറന്നു പോയി എവിടത്തേക്കെങ്കിലും വളരാൻ പടർന്ന് പന്തലിക്കാൻ നോക്കും. അതായത് ഏതെങ്കിലും ഒന്ന് വീണ് പോയാൽ ഞാൻ നേരെ താഴെ, എനിക്ക് സേഫ് ആയിട്ടുള്ളൊരു റൂട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയാണ് നമ്മുടെ ABCD പ്ലാനൊക്കെ വരുന്നത്. ഒരു ആക്കഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ എത്രത്തോളം ഇൻ്റലക്ച്വൽ ആണെന്ന് ഉണ്ടാകുമ്പോഴും ഭയങ്കര ഐക്യമുള്ള ഒരാളാണെങ്കിലും നമ്മൾ ചിന്തിക്കാൻ പഠിച്ച ഒരു റൂട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പാരലൽ ട്രാക്കില്ലേ, ആ സ്പെക്ട്രത്തിലൂടെ ചിന്തിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട്, നമ്മൾ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടും. അതുകൊണ്ട് ഒരു ഐൻസ്റ്റൈൻ ആണ് മുമ്പിലിരിക്കുന്നത് പോലും ദേ ക്യാൻ കുറേ കൺക്ലൂഷൻ അവർക്ക് കിട്ടും. നമ്മൾ പറയും നമ്മൾ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ട് അങ്ങനെ ആൾക്കാരെന്നല്ല പറയുന്നത്. വി ആർ നോട്ട് പ്രോഗ്രാം ടു ലൈക്ക് അങ്ങനെ ചിന്തിക്കാൻ. Tell me about mentalism. How did you first get curious about mentalism? 6th സ്റ്റാൻഡേർഡിൽ വെക്കേഷന് ഷെർലക് ഹോംസിൻ്റെ കഥയിൽ അഡിക്റ്റഡ് ആയിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. ഷെർലക് ഹോംസ് ആർതർ കോനൻ ഡോയലിൻ്റെ 1428 പേജുള്ള കംപ്ലീറ്റ് വോളിയം കിട്ടി. അത് 3 തവണ വായിച്ചു തീർത്തു. അന്ന് ഭയങ്കര വായനയാണ് അന്ന്. പക്ഷേ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു പുസ്തകം കയ്യിൽ കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും. പക്ഷെ ആ ഐഡിയയിൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട്, ഇപ്പോഴും ഒരു മെൻ്റലിസ്റ്റ് എന്ന് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ, അന്ന് എനിക്ക് മെൻ്റലിസ്റ്റ് നല്ല ടേം ഒന്നും അറിയില്ല, പക്ഷേ ഒരു യഥാർത്ഥ മെൻ്റലിസ്റ്റ് എന്താണെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ കൺസിഡർ അദ്ദേഹത്തിനെയാണ്. കാരണം നോ ഗിമിക്സ്, ഓൺലി ഇൻ്റലിജൻസ് ആൻഡ് നിഗമന ശാസ്ത്രം എന്ന് പറയും, നിഗമന അപഗ്രഥന ശാസ്ത്രം, ഇൻ്റർപ്രിട്ടേഷൻ അനാലിസിസ്. അദ്ദേഹത്തിന് അറിയാവുന്ന വസ്തുതയും മുമ്പിലിരിക്കുന്ന, അപ്പോൾ ബോഡി ലാംഗ്വേജ്, ഈ പറയുന്ന എക്സ്പ്രഷൻ എല്ലാം, കാലിൻ്റെ ഷൂവിന് പറ്റിയിരിക്കുന്ന മണ്ണ് പോലും അദ്ദേഹത്തിന് എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ്. പക്ഷെ അതിന് അതിഭയങ്കരമായ ഒബ്സർവേഷൻ വേണം. അപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് പറയാം. ബേസിക്കലി ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത ബോധമണ്ഡലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വേറൊരു ഡയമെൻഷനിൽ കുറച്ചുകൂടി വലിയൊരു സ്പെക്ട്രത്തിലെ കൂടി ഇതേപോലെ സഞ്ചരിക്കാൻ പാരലലി ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളതേ ഉള്ളൂ. ഇനി അദ്ദേഹം അവിടെ നിർത്തില്ല. ആർതർ കോനൻ ഡോയൽ ഓത്തർ അദ്ദേഹം അവിടെ നിർത്തില്ല. ചിലപ്പോൾ ഒരു പേജ് 1.5 പേജൊക്കെ ആയിരിക്കും ഈ എക്സ്പ്ലനേഷൻ. അതൊരു കുറ്റവാളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, അതിലേക്ക് എത്തുന്ന ഓരോ റൂട്ടും. ഇവിടുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു സ്റ്റേജിൽ അദ്ദേഹം ഇതൊക്കെ പഠിപ്പിച്ചു തരും നമുക്ക്, എങ്ങനെയാണ് ഇദ്ദേഹം. പക്ഷേ ഈ പഠിപ്പിച്ച് തരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എക്സ്പ്ലോർഡ് ആയിട്ട് ദർ വിൽ ബി അബ്സല്യൂട്ട്ലി നോ വേ നിങ്ങൾക്കത് റിവേഴ്സ് ട്രാക്ക് ചെയ്തിട്ട്. അതായത് ഇമാജിൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഏകദേശം നമ്മൾ വായിച്ച് തീർന്നായിരിക്കും. അതായത് ഇത്ര വലിയ 2 വോളിയാണ് വായിച്ച് തീർന്ന അവസാനത്തെ ഒരു 40 പേജേ ഉള്ളൂ എന്നായിരിക്കും. അവസാനത്തെ നോവലായിരിക്കും വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പാറ്റേൺ മനസ്സിലായി, ഇദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഏകദേശം നമുക്ക് മനസ്സിലായി. നമ്മൾ അദ്ദേഹത്തിൻ്റെ വലിയ ഫാനായി. എന്നിട്ടും അയാൾ നമ്മളെ ഫുൾ ചെയ്യും. അപ്പോൾ ചിലത് കാണുമ്പോൾ നമ്മളിരിക്കും ഇത് കിട്ടാൻ വലിയ ഇത് തള്ളുന്നതാണ്. ഇതൊരു എഴുത്തുകാരൻ്റെ അപാരമായിട്ടുള്ളൊരു ഭാവനയിൽ എന്തോ ഒരു ക്രേസി ആയിട്ട് എന്തോ ഒരു ഹാലൂസിനേഷൻ. പക്ഷെ അതും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് ഞാനിപ്പോൾ കുട്ടിയാണ്, ഇപ്പോൾ വായിച്ചാലും എക്സാക്ട്ലി. സോ അതുപോലെ ആവണം എന്നായിരുന്നു ആഗ്രഹം. മാജിക് എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഇഷ്ടമുണ്ട്. എൻ്റെ ഒരു അമ്മാമൻ, എൻ്റെ ഒരു മൂത്തമ്മാമൻ, അദ്ദേഹം മാജിക് പ്രൊഫഷണലി ചെയ്ത കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇത് ചെയ്യുന്നത്, പക്ഷെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മാമൻ വീട്ടിലേക്ക് വരുന്ന ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പിറകെ കൂടും. നമ്മളിങ്ങനെ പിറകെ എന്തെങ്കിലും കാണിച്ചു തരുമായിരിക്കും, എന്തെങ്കിലും കാണിച്ചു തരും. തീരെ ചെറുപ്പത്തിലാട്ടോ, എനിക്ക് ഓർമ്മയുള്ള സമയത്ത്. അപ്പോൾ ആളിങ്ങനെ കുറേ സമയം നടന്നിട്ട് ചിലപ്പോൾ ഒരു കല്ലെന്തെങ്കിലും എടുത്തിട്ട് ഒരു മിഠായിലേക്ക് കാണിച്ചു തരും. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഈ മിഠായി കൈ പിടിച്ച് ഞാനിത് ചോദിക്കുന്നും പറഞ്ഞ് കുറേ നേരം അദ്ദേഹം ഉലാത്തണം. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം ആ ഒരു ട്രിക്ക് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷെ അതൊരു 4-5 തവണ പല കാലഘട്ടങ്ങളിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലിങ്ങനെ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പം പിന്നെ ഈ ബാലരമയെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ,
അത് മനസ്സിലുണ്ട്. പിന്നെ അമ്മമ്മ പറഞ്ഞ കഥകളിലൂടെയുള്ള കുറേ അതിലെല്ലാം മാജിക്കല്ലേ, മാജിക് റിലേറ്റ് ചെയ്ത് എന്തും നമുക്ക്. പക്ഷേ എനിക്കിത് സത്യസന്ധമായിട്ട് വിശ്വസിക്കാനായിരുന്നു അറിയുന്നത്. ഇതൊരു കള്ളത്തരാന്നൊന്നും ഒരു തട്ടിപ്പുണ്ട് അങ്ങനെ വിശ്വസിക്കാനുള്ളൊരു ബോധമില്ല. അപ്പോൾ അങ്ങനത്തെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. മന്ത്രം സത്യമാണെന്ന് വിശ്വസിക്കും. നമ്മൾ ഈ ബാലരമയെല്ലാം പഠിച്ച മന്ത്രമെല്ലാം പഠിച്ചിട്ട് ബൈഹേർട്ട് ചെയ്തിട്ട് അതെല്ലാം ഗ്രൗണ്ടിൽ പോയി ഒട്ടിപ്പോ മന്ത്രമല്ലേ, അങ്ങനെ ഒരു ഇന്നസെൻ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ കുറേ മണ്ടത്തരെല്ലാം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ ബാലരമ എന്നൊക്കെ പഠിക്കുന്ന ചെറിയ തീപ്പെട്ടിക്കമ്പ് വെച്ചിട്ടും അതും ഇതും ചെയ്തിട്ടുള്ള കുറേ ഉണ്ട് അതല്ല. പക്ഷെ ഇത് വിട്ടിട്ടില്ല, ഈ ഇഷ്ടം വിട്ടിട്ടില്ല. അപ്പോൾ ചില സമയത്ത് നമുക്കിപ്പോൾ നാട്ടിൽ ബാലനീലേശ്വരം എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം ഈ സ്കൂൾ വെക്കേഷൻ്റെ സമയത്ത് ഒരു സൗജന്യ ക്യാമ്പ് വെക്കും. ചെറിയ ചെറിയ എഫക്ട്സ് ഒക്കെയാണ് പഠിക്കാൻ പറ്റുക. പക്ഷെ അതൊരു ഭയങ്കര ഓപ്പണിംഗ് ആയിരുന്നു കുറേ കുട്ടികൾക്ക്, എനിക്ക് ഓർമ്മയുണ്ട് അത്. അപ്പം നമ്മൾ അതിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ എന്ത് കിട്ടുന്നത് പങ്കെടുക്കും. അതിനൊക്കെ പോവും. അത് ഫ്രീ അല്ലേ, അതിനുവേണ്ടി നമുക്ക് പൈസ ചിലവാക്കാനൊന്നും നമുക്ക് അങ്ങനെ അന്ന് സാഹചര്യമില്ല. പക്ഷേ നമ്മളതിന് പോവും. അപ്പോൾ ആദ്യം ശരിക്കും കോളേജൊക്കെ ഗ്രാജുവേഷനൊക്കെ ചെയ്തിട്ടാണോ ഇതിലേക്ക് തിരിഞ്ഞത്? ഞാൻ പിന്നെ BA ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. അന്ന് എനിക്കൊരു മനസ്സിന് ഭയങ്കര കഷ്ടമുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടുന്ന് നാട്ടിൽ നിന്ന് മാറി നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് അല്ലെങ്കിൽ മാറി നിന്നാലും നല്ല കുറച്ചുകൂടി എൻഗേജ്ഡ് ആവണമെന്നുണ്ടായിരുന്നു. അതാണ് വെറുതെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് അല്ലെങ്കിൽ മറ്റേ മുകളിലൊരു നമ്മൾ പാറമ്മൽ എന്ന് പറയും, കുറേ പുല്ലൊക്കെയുള്ള empty ആയിട്ടുള്ള ഗവൺമെൻറ് സ്പേസ് ആണത്, വീട്ടിന് മുകളിൽ തന്നെയാണ്. അപ്പോൾ അതിൽ വണ്ടിയൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ചിലപ്പോൾ 2-3 പേര് അവിടെ ഇങ്ങനെ കിടന്ന് ആകാശം നോക്കി നക്ഷത്രം നോക്കി പിന്നെ സെൻറ്റി എന്തെങ്കിലും സങ്കടമുള്ള പാട്ടും വിഷാദ ഭാവമുള്ളത് എന്തും അപ്പോൾ കൂടെ ഉണ്ടാവും. എക്സാക്ട്ലി. അതെ അതെ. അല്ല ഇത് വിഷാദാവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഇത് അങ്ങനെ എല്ലാ സിനിമകളും എല്ലാത്തിലും അങ്ങനെ ഒരു ഇതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഒരു ഡേഞ്ചർ. അപ്പോൾ empty ആയിട്ട് നമ്മൾ വെറുതെ നിൽക്കുന്ന സമയമൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ സമയം ഉണ്ടാവാതിരുന്നാലോ. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ സമയത്താണ് ഞാൻ ചേച്ചിയും ബ്രദർ ഇൻ ലോയിൽ എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടത്തേക്ക് വന്നു. അപ്പോൾ അവർക്കിവിടെ ഒരു അവർക്ക് വേറെ ജോലിയാണെങ്കിലും അവർക്കൊരു കമ്പ്യൂട്ടർ അക്കാദമി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു മാനേജറൊന്നുമില്ല. എനിക്കവിടെ ഒരു നല്ലൊരു ക്യാബിനൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇൻ്റർനെറ്റേ ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ സബ്ജക്റ്റുകൾ പഠിക്കാനും എൻ്റെ ഇഷ്ടങ്ങൾ പഠിക്കാനും ഏറ്റവും നല്ല സൗകര്യം ഇവിടെ ഉണ്ടായില്ലെന്ന് മനസ്സിലായി. അവരത് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു. സോ ഞാൻ ഡിഗ്രി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാരലലി ഇവിടെ അനിമേഷൻ, കാരണം ഇങ്ങോട്ട് വരാനൊരു കാരണം വേണമല്ലോ. സോ ഒരു 10ാം ക്ലാസ് മാജിക് ഉണ്ട്. ഈ ഷെർലക് അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടതല്ലേ. ഷെർലക് ഹോംസിൻ്റെ ആ ഒരു ഐഡിയ ഇങ്ങനെ പോയിട്ട് ഇതിനെന്ത് പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ. ഇത് വായിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് പക്ഷേ പല സബ്ജക്റ്റുകൾ സൈക്കോളജിയുടെ പല കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നടക്കേണ്ട പല കാര്യങ്ങളും ഒരു ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസിനെ പറ്റി അവർ സംസാരിക്കും. നമ്മുടെ നാട്ടിൽ ആ മെത്തേഡ് വർക്കാവില്ല. ഇവിടെ 10 തൊട്ട് എഴുതുമ്പോൾ ആൾക്കാർക്ക് 10 ഹാൻഡ് റൈറ്റിംഗ്. ആ ഒരു അച്ചടക്കം നമ്മൾ ചെറുപ്പം മുതലേ കാലിഗ്രഫി ഒന്നും നമുക്ക് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മുടേതായിട്ടുള്ള രീതികളിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊരു 12 വയസ്സുള്ള ഒരു ബ്രെയിനിന് ബിറ്റ് ടൂ മച്ച് ആണെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഞാനത് ശ്രമിക്കും. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ചിന്തകൾ, അബ്സേർഡ് ചിന്തകൾക്ക് ഇതാണ് വീട്ടുകാരെ പേടിപ്പിച്ചതും. ആ ചിന്തകൾക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മുനിസിപ്പൽ ലൈബ്രറി കാഞ്ഞങ്ങാട് ഒരു ദാമോദരേട്ടനുണ്ടായിരുന്നു. അപ്പം അതും ഒരു DVS പ്ലാനാണ്. ഇദ്ദേഹം ഭയങ്കര കണിശക്കാരനായ, കണ്ടാൽ എല്ലാവരെയും പേടിയാവുന്ന, സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എല്ലാവരും വഴക്ക് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഇദ്ദേഹത്തിന് എൻ്റെ സുഹൃത്താക്കണം, അതിനു വേണ്ടി ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്നെപ്പോഴെങ്കിലും പറയാം. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടായി. അതൊരു 2 വീക്സ് പ്ലാനാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ, ഐ മീൻ ഒരു ചെറിയ ചെക്കനാണല്ലോ. പക്ഷേ ഇദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനെ ഇൻസ്പയർ ആയിട്ടാണ് പ്രേതത്തിലെ അമ്മക്ക് ലൈബ്രറിയനായിട്ടുള്ളൊരു. അപ്പം അദ്ദേഹം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പല തിയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ആർഗ്യൂ ചെയ്ത പക്ഷെ പിന്നെ സക്സസ് ആയ ഒരു കാര്യം, ഒരാളുടെ വായനശാല അഡിക്ഷനാണ്, മുനിസിപ്പൽ ലൈബ്രറിയാണ്. ഒരാളുടെ ഒരു നിരന്തരം വായിക്കുന്ന, കുറച്ച് മാസങ്ങളായിട്ട് വായിക്കുന്ന ഒരാളുടെ ഒരു 6 മാസത്തെയോ ഒരു 3 മാസത്തെയോ ലൈബ്രറി പുസ്തകങ്ങളുടെ ലിസ്റ്റ് തന്നാൽ അയാളെപ്പറ്റി ഞാൻ 3 പേജുള്ള പ്രബന്ധം എഴുതാം എന്നാണ് എൻ്റെ വാദം. അത് എൻ്റെ തന്നെ സിദ്ധാന്തമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒരു 2-3 മാസത്തോളം ഇങ്ങനെ വാദിക്കും. ചിലപ്പോൾ ഞാൻ തോക്കും, ചിലപ്പോൾ അപ്പം ഒരു ബിരിയാണി പറ്റൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തേ ഉണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പോൾ മാജിക്ക് ഒരു ഇഷ്ടം പാരലലുള്ളതുകൊണ്ട് അതിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ വേദികളിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. പഠിത്തം ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ മാജിക്ക് ഞാൻ നിർത്തി. അതിൻ്റെ ഇടയിൽ എവിടെയാണ് എഡ്ഗാർഡ് ലിവിസിൻ്റെ ആണെന്നോ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഒരു പുസ്തകം. അപ്പോഴാണ് എനിക്ക് ശരീരഭാഷ ഇതിങ്ങനെയാണ് അതിനെപ്പറ്റി കൂടുതൽ. ശരിക്കും ആക്യുറേറ്റ് ആണോ? ലൈക്ക് എത്രത്തോളം നമുക്ക് ബോഡി ലാംഗ്വേജ് എന്തുകൊണ്ട് ആക്യുറേറ്റ് അല്ല? ഡെഫിനറ്റ്ലി യെസ്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആവറേജ് ലെവലിൽ ഒരു നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ
പഠിക്കണം എന്ന് വെച്ചാൽ തന്നെ ദർ ആർ അബൌട്ട് 30,000 ജസ്റ്റേഴ്സ് ടു മാസ്റ്റർ. നമ്മളൊരു 10 പഠിച്ചു വെച്ചാൽ ഇത് കൺഫ്യൂഷൻ ആവാൻ തുടങ്ങും. ഇതായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ പറയും ജസ്റ്റേഴ്സ് കംസ് ഇൻ ക്ലസ്റ്റേഴ്സ് എന്നാണ്. നമ്മളെപ്പോഴും പറയും ഇങ്ങനെ ഇരുന്നാൽ ഇതെല്ലാവരും പറയുന്ന കാര്യമാണ്. അങ്ങനെയല്ല വായിക്കേണ്ടത്. അങ്ങനെ പറയാം, അത് അതിൻ്റെ ഒരു സൈൻ മാത്രമാണ്. സോ ഹൗ അബൌട്ട് ദിസ്? ഇത് എക്സാക്ട്ലി അത് ഒരു ആശയക്കുഴപ്പമാവാം, ഡാൻഡ്രഫും ആവാം. സോ ഹൗ ഡു യു ലൈക്ക് അപ്പോൾ എന്ന് വെച്ചാൽ പലതരം 2, 3 അല്ലെങ്കിൽ 4 മൾട്ടിപ്പിൾ ജസ്റ്റേഴ്സ് ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ടത്. അതായത് വാക്കുകൾ ഈ വേർഡ്സ് ഇങ്ങനെ കൂടിയിട്ട് ഒരു സെൻറ്റൻസ് ആവുന്ന പോലെ വിചിത്രമാണത്, അല്ലെങ്കിൽ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഇത് വായിക്കാൻ പറ്റുള്ളൂ. അപ്പം തുടങ്ങി കുറച്ച് നാൾ കാണുമ്പോൾ തന്നെ എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതല്ലല്ലോ ഞാൻ പഠിച്ചത്. ആരും ഈ ഒരു ലെവൽ ഒരു 5-6 വർഷമൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നില്ല. ഈ കണ്ണിന്റെ പ്യൂപ്പിൾ ഡയൽ അല്ല, കള്ളം പറയുമ്പോൾ ബ്ലിങ്ക് ചെയ്യില്ല, ബ്ലിങ്ക് റേറ്റ് അല്ലേ? അല്ല, അത് പറയാറുണ്ടല്ലോ. കമ്മിങ് ഡൗൺ ടു അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ചില കാര്യങ്ങൾ ഈ ക്ലാസിക് കൾട്ടല്ല, ക്ലാസിക് ഡയലോഗ്സ് ഉണ്ട്. ഇത് നമ്മളെല്ലാവരും, നമുക്ക് ഏത് കുട്ടിക്കാരും നമ്മളിത് ഉണ്ടക്കണ്ണൻ എന്തോ തട്ടിപ്പണി ഇതൊക്കെ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എവിടെയോ ഇന്നവേ അറിയാം ഈ കള്ളം പറയുന്നവർ ബ്ലിങ്ക് ചെയ്യില്ല, ബ്ലിങ്ക് ചെയ്യുന്ന റേറ്റ് കുറക്കും എന്നറിയാം. അവരുടെ മൈൻഡ് പ്രോസസ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന കളത്തിലാണ്. അപ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊക്കെ നമുക്കും കേട്ടിട്ടറിയാം. ഒരു നാട്ടിൻപുറത്തെ ആൾക്കാർക്ക് ഈ കഥ കേട്ടിട്ടറിയാം, ഒരു ഹിയർസേ ആണിത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദാറ്റ് മിത്ത് അവർ കുറച്ചധികം ചെയ്യും. അപ്പം പറ്റിയില്ല, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയുമുണ്ട്, വൈരുദ്ധ്യങ്ങളും ഉണ്ട് ഇതിൽ. ബോഡി ലാംഗ്വേജ് ഡെഫിനറ്റ്ലി യെസ്. അത് കാരണം അതിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ അറിഞ്ഞുകൊണ്ടുണ്ടാകുന്നതല്ല എന്നാണ്. അതിൻ്റെ പുറത്ത് പിന്നെ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. മെൻ്റലിസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മെൻ്റൽ മാജിക് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. മാജിക്കിൽ തന്നെ മെൻ്റൽ മാജിക് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതുകൊണ്ട് പക്ഷേ കുറേ ആർഗ്യുമെൻ്റ് ഉണ്ട്, ഇതെല്ലാം സെയിം അല്ല. ഈ മെൻ്റലിസവും മെൻ്റൽ മാജിക്കും തമ്മിൽ സിഗ്നിഫിക്കൻ്റ്ലി വിട്ടു നിൽക്കാൻ എഗെയിൻ പറയുന്നത് മാജിക്കിൻ്റെ വേറെ ശാഖ തന്നെയാണ് എല്ലാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊരു സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതും വിട്ടു നിൽക്കാൻ കാരണമാവുന്നതെന്ന് വെച്ചാൽ ഒരു 5-6 അത്രയേ ഉള്ളൂ, 5-6 സബ്ജക്റ്റുകളുടെ ബലത്തിലാണ്. ഈ 6 സബ്ജക്റ്റുകളിൽ ഒന്നാണ് ശരിക്കും ബോഡി ലാംഗ്വേജും ബാക്കി എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ. പക്ഷേ സ്റ്റാൻഡ് അലോൺ നിന്നിട്ട് അതിനൊരു എഫക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സിസ്റ്റിംഗ് എഫക്റ്റോടുകൂടിയും പെർഫോമൻസിൻ്റെ കൂടിയും ചേർന്ന് പോകാനേ പറ്റുള്ളൂ. അത് എലോൺ ഒരു എഫക്റ്റ് ആവില്ല. വേറെ ഏതാ നേരത്തെ പറഞ്ഞ നിഗമന ശാസ്ത്ര ഇൻ്റർപ്രിറ്റേഷൻ അനാലിസിസ് ഒക്കെ ഉണ്ട്, അതും പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തോളൂ. ഒന്ന് പിന്നെ പ്രോഗ്രസീവ് അനഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റാണ്. അതെന്താണ്? നമ്മൾ ഈ 1-2 ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് വലിയൊരു ഇൻഫർമേഷൻ ഡാറ്റ നമുക്ക് കട്ട് ഡൗൺ ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് നിങ്ങളൊരു സൂപ്പർ ഹീറോനെ വിചാരിക്കാൻ പറയുന്നു, എനിക്ക് 1-2 ക്ലൂ പോലും കിട്ടിയാൽ മതിയോ? അതായത് നിങ്ങൾ പലപ്പോഴും നോ പറയണ്ട. ഈ നോ പറയുമ്പോൾ നമ്മൾ ഇവിടെ ലിംഗ്വിസ്റ്റിക് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട് ഇതിലെ. ഇപ്പം ബോഡി ലാംഗ്വേജ് അതിനെപ്പറ്റി പറഞ്ഞു. മെമ്മറി ന്യൂമോണിക്സ് എന്നാണ് ഈ സബ്ജക്റ്റിൻ്റെ പേര്. അതൊരു ഏറ്റവും ഫാസ്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാവുന്നതും അതൊരു 30 days ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ട് എനിക്ക് ഒരാളെ നിങ്ങൾ തരാമെന്നുണ്ടെങ്കിൽ ഐ കുഡ് മേക്ക് യു മെമ്മറി എക്സ്പെർട്ട്. അങ്ങനെ വെച്ചാൽ ഈ എക്സ്പെർട്ട് എന്ന് പറയുന്നത് എങ്ങനെ അറിയോ? പണ്ട് ഈ റഷ്യയിൽ നിന്നും മറ്റു ആളുകൾ വരുത്രേ. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഹാളിൽ അവർ 10-30 പേര് നിന്നിട്ട് റാൻഡമായിട്ട് ഇവർ ഷോ കാണിക്കാൻ സ്റ്റേജിൽ നിൽക്കുക. അവർ 10-30 പേര് റാൻഡമായിട്ട് ഓരോന്ന് വിളിച്ചു പറയും. നമ്പർ 18, അതായത് നിങ്ങൾ പറയാണ് 4, അപ്പോൾ ഒരാൾ പറയാണ് മാരുതി 500 കാർ വൈറ്റ് കളർ. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരാൾ ഇത് അവർ ടൈപ്പ് ചെയ്യും, ഇയാളൊന്നും ചെയ്യില്ല, ഇങ്ങനെ കേട്ടിരിക്കും. ഇത് ഫാസ്റ്റായിട്ടാണ് നടക്കുക. എന്നിട്ട് അപ്പം തന്നെ അയാളിത് 1 മുതൽ 30 ഓർഡറിൽ പറയും, അല്ലെങ്കിൽ 30 തൊട്ട് 1 വരെ പറയും. നിങ്ങളൊരു ഒബ്ജക്റ്റ് പറഞ്ഞ അയാൾ അതേ നമ്പറാണ് പറയും. ഇനി ഒരു നമ്പർ പറഞ്ഞ അയാൾ ഈ ഒബ്ജക്റ്റ് പറയും. ഇങ്ങനെ ഇത് ഭയങ്കര കുറേ നാൾ വിദേശത്തൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ ചെയ്തൊരു മെമ്മറി ഫീറ്റാണ്. ഈ സ്കില്ല് നിങ്ങൾക്ക് ലൈഫിലുണ്ടാവും. ഈ ഒറ്റ സ്കില്ല് മെമ്മറീനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ട്രിക്കൊന്നുമില്ല കേട്ടോ. ഈ സ്കില്ല് നിങ്ങൾക്ക് കിട്ടാൻ എത്ര നാൾ പഠിക്കേണ്ടി വരും, പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്രാവശ്യം ചെയ്യാനല്ല കേട്ടോ, 2-3 വർഷം. ഒരു പ്രാവശ്യം ചെയ്യാനല്ല, എല്ലാ പ്രാവശ്യം ചെയ്യാൻ പറ്റണം. 2-3 years. How about 20 minutes? Well, okay. ഹൈപ്പത്തിൽ കുറച്ചുകൂടെ നീട്ടിക്കോളൂ. Maybe 30 minutes or an hour. Really? I can teach you this. This? That's unbelievable. ഞാൻ ആക്ച്വലി ഇത് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ പോലും റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പോട്ടെ, അതൊന്നല്ല നമ്മുടെ വിഷയം. ഇത് അതായത് ഇത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, നമ്മൾക്ക് ചിന്തിച്ച് ശീലമില്ലാത്ത വേറൊരു ചിന്താശ്രേണി, ഒരു സ്പെക്ട്രം. അതിൽ ഇങ്ങനെ അപ്പം ചില എഫക്ട്സുകളൊക്കെ നമ്മൾ ചെയ്യുന്ന പഠിച്ചാൽ നമ്മൾ പറയും അയ്യോ ഇത് പഠിച്ചാൽ അതിനോടുള്ളൊരു ഇഷ്ടം പോവും,
സത്യമാണ് നമുക്ക്, കാരണം അമ്പരക്കാനും അന്തം വിടാനുള്ള ഒരു സംഭവം പോകുമല്ലോ. പക്ഷേ ഈ പറയുന്ന കുറച്ച് സബ്ജക്റ്റുകളില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് സബ്ജക്റ്റുകളില്ലേ, ഇനിയുമുണ്ട് അതിൽ കുറച്ച്, ഇതിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നേരെ മറിച്ച് നമ്മളായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും, ഇതെന്തൊരു ഇൻ്റലിജൻറ്റ് പരിപാടിയാണ്, അതുകൊണ്ട് നമ്മളോട് റെസ്പെക്റ്റ് കുറച്ച് ഇഷ്ടമൊക്കെ കുറച്ച് കൂടുമായിരിക്കും. കിട്ടിയോ? അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ന്യൂമോണിക്സ്. ഇതിലൊരുപാട് ഫീറ്റുകളുണ്ട്. നമ്മൾ സ്റ്റേജിലും 1-2 സ്ഥലങ്ങളിൽ അത് സെറ്റിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേജിലാണ്, അത് കുറേ കൂടി കഴിഞ്ഞിട്ടാണ് ഓർഡറിൽ പറയേണ്ടത്, ലീനിയറായിട്ട് പറഞ്ഞു പോകാതെ നമ്മൾ എവിടെ തുടങ്ങി എവിടെ എത്തി. ബോഡി ലാംഗ്വേജ്. I was asking about when you actually stepped into mentalism. ബൈ ദിസ് ടൈം, അതായത് ഈ ഒരു ആ ഒരു സമയത്തൊക്കെ നമ്മൾ കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഊറി ഗെല്ലറിനെ പറ്റിയിട്ടും. ഊറി ഗെല്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു മെൻ്റലിസ്റ്റാണ്. അത് ഈ നെവർ ക്ലെയിംഡ് ഒരു മെൻ്റലിസ്റ്റ് എന്നുള്ളത്. പക്ഷേ ഒരു 10-25ഓളം വർഷം ലോകത്തിലുള്ള ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളെയും ലോകരാജ്യങ്ങളെയും എല്ലാം പറ്റിച്ച അല്ലെങ്കിൽ വിശ്വസിപ്പിച്ച ഒരു ജീനിയസ് പെർഫോമറാണ് അദ്ദേഹം. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. അതായത് അദ്ദേഹം ഒരു കാര്യം ചെയ്തത്, ഈ ക്ലെയിംഡ് ഇത് സൂപ്പർ നാച്ചുറലാണെന്ന്, അത് അല്ലെങ്കിൽ ഹി പ്രൂവ്ഡ് അത് റിയൽ ആണെന്നുള്ളത്. നമ്മളൊക്കെ ഇപ്പം നേരെ ഓപ്പോസിറ്റ് അല്ലേ പറയും, നമ്മൾ റിയൽ ആവാൻ നോക്കുവാണ്, ഇത് അങ്ങനെയല്ല എന്ന് പറയുവാണ്. ഞാനത് പലപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവണ്ടായിരുന്നു ഇന്ത്യ പോലൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ കേരളം പോലൊരു സ്ഥലത്ത് അല്ലാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് പിന്നെ ഇത് അല്ലാന്ന് പറയുന്നത് അത് കൺവിൻസ് ചെയ്യാൻ നടക്കുന്നുണ്ടോ? കാരണം വിശ്വാസികൾക്ക് എപ്പോഴും വിശ്വസിക്കാൻ അവരുടെ ഒരു ന്യായം ഉണ്ടല്ലോ, അപ്പോൾ അവർ നമ്മുടെ ആർഗ്യൂ ചെയ്യും. അത് വളരെ എളുപ്പമായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, അതെ ഇപ്പോൾ ഷോസ് എല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ആന്ധ്രയെല്ലാം മറ്റു പോയിട്ട് 4 മാസം ഇരുന്നിട്ട് റിട്ടയർ ചെയ്യായിരുന്നു, അത്ര മതിയായിരിക്കും. നമ്മുടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിലെ ഈ സൂപ്പർസ്റ്റിഷൻസിന് എത്ര വലിയ സ്പേസ് ആണല്ലേ. അല്ല ഇപ്പം തന്നെ ഭസ്മം എടുക്കുന്ന അല്ലെങ്കിൽ ചില മാജിക്കുകളൊക്കെ കാണിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് അറിയാലോ, എക്സ്പോസ്ഡ് ആയ കുറേ ആളുകളുണ്ട്. അതൊക്കെ ഏത് കാലത്ത് വന്നെന്നാലും 10-30 വർഷം അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ മോഡേൺ ചിന്താഗതിയും ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ മുമ്പിലിരിക്കുന്നവരെ പറ്റി സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ പറയുന്നു, അവരൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഡെപ്തിലുള്ള കാര്യങ്ങൾ, നെഗറ്റീവല്ല. അപ്പോൾ ഇത് ആ ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു എഫക്റ്റ് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത പോലെ വേറൊരു പ്രിമിസിൽ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആക്കാൻ പറ്റും. ഞാൻ ഒരു ഉദാഹരണം തരാം. സീക്രട്ട് കോഡ് അന്ന് കണ്ടിരുന്നു ആ സമയത്ത്, അജു വർഗീസും ഞാനും കൂടി ചെയ്തൊരു, അത് അന്ന് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവമാണ്. ഒരു വൂഡു ഡോളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സാധനം ചെയ്ത് തുടക്കാലത്താണ്. അപ്പോൾ അത് ഒരു വൂഡുവിൻ്റെ ഡോളിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് ഭയങ്കര സ്പൂക്കിയായിരുന്നു. അജു ഭയങ്കര സ്ട്രെസ്ഡായി പോയി പാവം. അത് കഴിഞ്ഞിട്ട് ഇതേ സാധനം ഇതേ റുട്ടീൻ നമ്മൾ ഇപ്പോഴത്തെ ഷോയിലും ചെയ്യുന്നുണ്ട്. ധന്യ കണ്ട ഷോയിലും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊരു കപ്പിളിനൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഫണി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു അത്. സെയിം പ്ലോട്ടാണ്, പക്ഷെ അത് കണ്ട് ഇതും കണ്ട നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് പോലും ഇതിൻ്റെ കണക്ഷൻ ഇതാണിതെന്ന് മനസ്സിലാവില്ല. I was thinking about, okay, fine, ഈ ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്ത് ആദ്യം പോയിക്കൊണ്ടിരുന്നു. But there would have been a point where you have decided that I am going to... അവിടെയാണ് നമ്മൾ എത്തിയത്. ഊറി ഗെല്ലറിൻ്റെ അവിടെ പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം കുറേ ജീനിയസുകളുണ്ട്, ചാൻസ്. പിന്നെ നമുക്ക് പക്ഷെ അന്ന് കിട്ടുന്ന റിസോഴ്സുകൾ ഭയങ്കര റെയറായിരുന്നു. നമ്മളാലേക്ക് ഇന്നത്തെ കുട്ടികൾ എന്താ വെച്ചാൽ അയ്യോ എനിക്ക് സിറ്റി ബ്രെഡ് പോലും അല്ല നാട്ടിൻപുറത്ത്. നമ്മൾ ഈ പ്രൊഫഷണൽ ജേർണിയാണ് പറയുന്നുള്ളതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. അന്ന് ഞാൻ അനിമേഷൻ പഠിക്കുന്നുണ്ട്, പക്ഷേ ഐ ഡിഡ്ന്റ് ഹാവ് എ ലാപ്ടോപ്പ്. കാരണം ലോണൊക്കെ എടുത്തിട്ടാണ് അവിടുത്തെ ഫീസൊക്കെ അടിച്ച് പഠിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, പറഞ്ഞല്ലോ എറണാകുളത്ത്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഒരു 2-3 PDF അത് പൈസ കൊടുത്തിട്ട് തന്നെ മേടിച്ചാൽ, പൈസ കൊടുത്തിട്ട് മേടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാങ്ക് കാർഡില്ല, ഇവിടുത്തെ കാർഡുകൾ അമേരിക്ക അവർ അക്സെപ്റ്റ് ചെയ്യില്ല, അതിന് എന്തോ കാർഡ് വേണം. അപ്പം ഞാൻ രാജേഷേട്ടൻ്റെ അടുത്തൊക്കെ പോയി, അറിയില്ല നമ്മുടെ അവരുടെ ഒക്കെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അത് കിട്ടി. എന്നാൽ പിന്നെ ഇംഗ്ലീഷ് വരെയൊക്കെ അറിയണ്ടേ. അപ്പോൾ ഇംഗ്ലീഷ് ഇത് പുസ്തകം ഇത് ഒരു വരി വായിക്കാൻ തന്നെ കുറേ സമയം എടുക്കും. ഇതിന് അപ്പുറത്തെ ഡിക്ഷണറി, മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി അല്ല കഴിഞ്ഞിട്ടില്ല. ഈ PDF തുറക്കാൻ ഫോണില്ലല്ലോ അന്നത്തെ. ഫോണിൽ ഇത് സംവിധാനമില്ല, ലാപ്ടോപ്പ് വേണം. അപ്പോൾ ശ്രീജിത്തേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മാർഷൽ ആർട്സ് ക്ലാസ്സിൽ എൻ്റെ ജൂനിയർ ആയിട്ടുള്ളൊരു ശ്രീജിത്തേട്ടനുണ്ട്. ആൾ സീനിയറാണ്, പക്ഷേ അപ്പോൾ ശ്രീജിത്തേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീജിത്തേട്ടൻ ഇവിടെ കടവന്ത്ര, അവിടെ എയർടെലിൻ്റെ ഒരു ഓഫീസുണ്ട്, അവിടെ എന്തോ ഒരു പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ തൃക്കാക്കരയിൽ നിന്ന് നടക്കണം. ചില ദിവസം നടക്കും എവിടം വരെ, കടവന്ത്ര വരെ, സന്ധ്യയാകുമ്പോൾ. അല്ലെങ്കിൽ അളിയൻ്റെ ഒരു ബൈക്കുണ്ട്, അത് കിട്ടിയാൽ അത് എടുത്തിട്ട് വരും. എന്നിട്ട് ആൾ ഓഫീസിൽ 7 മണിക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് ഫ്രീ ആവും, കാരണം അവിടെ കമ്പനി സിസ്റ്റം. അപ്പോൾ അത് എനിക്ക് തരും.
ഞാനിതുകൊണ്ട് ഒരു 8-8:30 വീട്ടിലേക്ക് എത്തി. രാത്രി ഉറങ്ങാതിരുന്നിട്ട് ഇത് പഠിക്കാൻ നോക്കണം. കാരണം രാവിലെ 5:30 ശ്രീതേട്ടൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അവിടെ ഇടപ്പള്ളി ടോളിൽ അവരുടെ വീട്ടിലേക്ക് ഞാനിത് ഒക്കെ നടന്നു പോയി കൊടുത്ത് വന്നിട്ടാണ് എനിക്ക് ഉറങ്ങേണ്ടത്. അതൊക്കെ ഭയങ്കര സ്ട്രഗിളാണോ വെച്ചാൽ നല്ല ഇപ്പം നമുക്കൊരു എന്തോ ChatGPT അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ സോഴ്സാണ്. 2000 രൂപക്ക് വരെ ആൾക്കാർ കോഴ്സൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതെ, ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തായിരുന്നു അത് 2007 എറണാകുളം താജിൽ. എറണാകുളം താജിൽ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അതിഗംഭീരായിരുന്നു എന്ന് ഞാൻ തന്നെ പറയും. അത് പേടിച്ച് വരച്ചാണോ കയറിയത്? പേടി എന്ന് പറഞ്ഞ സാധനം അങ്ങനത്തെ പേടിയല്ല. ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ പെട്ടെന്നൊന്ന് സ്കിപ്പ് ചെയ്യാം. ഞാൻ 10ാം ക്ലാസ്സിലേക്ക് നിർത്തി വന്ന അല്ലെങ്കിൽ +1 ആ ഒരു സമയത്ത് നിർത്തി വന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് നിർത്തി വന്ന മാജിക്ക് പിന്നെ ഞാൻ തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? ഈ ആനിമേഷൻ്റെ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ ശ്യാം കൃഷ്ണ ഘോഷ്, തോമസ് ജോഷി, 2 ഫ്രണ്ട്സ്. ഞാൻ എന്തോ ഇവർ ഭയങ്കര മാജിക്കിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ മറ്റേ മനസ്സിൽ പണ്ടത്തെ ഭാഷ എന്നെക്കൊണ്ടൊരു കഥയിருக்கு അതുപോലെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്തോ ഒരു ദിവസം ഒരു ചെറിയൊരു കോയിൻ എന്തോ ഒരു സാധനം കാണിച്ചു. ഇവരാണെങ്കിൽ ലോകത്ത് കാണാത്ത, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരാളും അത്ര റിയാക്ഷൻ തന്നിട്ട, അമ്മ പോലും അങ്ങനെ തന്നിട്ടില്ല. ഭയങ്കര. അപ്പം ഞാൻ വിചാരിച്ചേ ഇത്രക്കൊക്കെ ഉണ്ടോ, ഇവരിനി എന്നെ ആക്കുന്നതാണോ? പക്ഷേ ദേവർ ജെനുവിൻലി സപ്പോർട്ടിങ് മീ. എന്നിട്ട് അവർ പിറ്റേ ദിവസം വരുമ്പോൾ കേട്ടോ പുതിയ ഒരാളുണ്ട്, എന്നിട്ട് അവരെനിക്ക് വീഡിയോ കാണിച്ചു തരും. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിത് പിറ്റേ ദിവസം പോയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇവിടുന്ന് ഞാൻ വെച്ച് ഓക്കെ എപ്പോഴോ നിർത്തിയൊരു കാര്യമാണ്, ഞാനിതൊരിക്കലും സ്റ്റേജിലേക്കൊന്നും കൊണ്ടുപോകുന്നു വിചാരിച്ചതല്ല. ദെൻ ഐ സ്റ്റാർട്ടഡ് ടു പ്രാക്ടീസ് അഗെയിൻ. അത് അങ്ങനെ തുടങ്ങി, സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് ഈ കഥയൊക്കെ വരുന്നത്, ഈ ലാപ്ടോപ്പൊക്കെ. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസിന് ശേഷം there was no looking back? താജിലെത്തത് സ്റ്റേജ് അല്ലായിരുന്നു. യെസ്. സോ ഞാൻ ആ സമയത്ത് കാവ്യ, ഇവരൊക്കെയാണ് എൻ്റെ കൂട്ട്. കാവ്യ മാധവൻ, അവരുടെ കസിൻസ് ഉണ്ട്, ഷോമ ചേച്ചി, ഷാനിർ, ഇവരെ ഒരു സർക്കിളാണ് എനിക്കുള്ളൂ. എൻ്റെ എക്സ്പീരിമെൻസ് ഇവരാണ് എപ്പോഴും ഗിനിഫിക്സ്. എപ്പോഴും ഇവരെ പേടിപ്പിക്കലാണ് നമ്മളെ പരിപാടി. പക്ഷെ അന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇത് പഠിച്ചിരുന്നു. നമ്മൾ അന്ന് ചെയ്യുന്നതൊക്കെ വളരെ കാര്യമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ എനിക്കിത് നല്ല ഷൈനസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തൊന്നും പോയിട്ട് കാണിക്കാറ്. പക്ഷേ ഇവരാന്ന് എന്നോട് എപ്പോഴും പറയും, നീ ഇത് ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ താജിൽ എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അഗൈൻ ഞാൻ നേരെ നടന്നു പോകുന്നു, ഒരാളവിടെ പൈപ്പ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ഗാർഡനിങ്ങിന് എന്തോ കമൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മാനേജർ ഒന്ന് കാണണം, ഞാൻ മാജിക്കൊക്കെ ചെയ്യും, വരും എന്ന് പറഞ്ഞു. നേരെ ഇങ്ങനെ കോറിഡോറിലേക്ക് നടന്നിട്ട് ഒരു റൂമിലെത്തി അയാൾ ആ സീറ്റിലിരുന്നു. അപ്പോൾ അദ്ദേഹം അശ്വിൻ എന്നാണ് ആളുടെ പേര്. എൻ്റെ കയ്യിലൊരു CD ഉണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ഓവർ ദ ടോപ്പ് നിൽക്കുന്ന ഒരു സാധനമൊക്കെ എടുത്തിട്ട് ഒരു ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. മറൈൻ ഡ്രൈവിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ബോട്ടിൽ പോയി ഫോട്ടോ വെച്ചെത്തി. അന്ന് അത് ഷൂട്ട് ചെയ്തത് ജോമോൻ ടി ജോണാണ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ജോമോൻ ടി ജോണിൻ്റെ അക്കാഡമിക് അവരുടെ ഫിലിം പഠിക്കുന്ന സ്ഥലത്തെ ഫൈനൽ പ്രൊജക്റ്റ് അതായിരുന്നു. അന്ന് ബിഗ് ബി റിലീസ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഷാനി ഷാക്കി അവർ രണ്ടുപേരും കൂടിയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ അതിൻ്റെ ഒരു CD എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഒരു മോസ്റ്റ് മോഡേൺ സ്ട്രീറ്റ് മാജിക് പോലത്തെ ഒരു കാര്യമാണ് അത്. അതിലും ഈ പറയുന്ന കുറേ സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല ഒന്നും ചെയ്യാൻ. അപ്പോൾ ഈ CD എൻ്റെ കുഴപ്പം. ഇവരിത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ രണ്ടുപേരും ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ നിലവാരത്തിൽ അങ്ങനെ വലുതാക്കിയിട്ട് പറഞ്ഞു, അതായത് നിങ്ങൾ ഇവിടെ നിന്ന് പെർഫോം ചെയ്യേണ്ട ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ്, എനിക്ക് സന്തോഷമായി. ചേട്ടൻ ഞാൻ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും കേട്ടോ. ഞാൻ ശരി എന്ന് പറഞ്ഞാൽ നമ്പറിലും കൊടുത്തിട്ട് ഞാൻ അന്ന് നേരെ കാസർഗോഡ് എൻ്റെ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പം സാറ്റർഡേ, അന്ന് എന്നോട് പറയാണ് ഇവരുടെ കോൾ, അശ്വിൻ്റെ കോള് പിറ്റേ ദിവസം രാവിലെ തന്നെ, അതി വൈകുന്നേരം ഇവിടത്തേക്ക് എത്താൻ പറ്റുമോ, ഒരു വലിയൊരു കാര്യമുണ്ട്. ഞാൻ എന്താണ്, എനിക്ക് പറയാൻ പറ്റും 7.5 മണിക്കൂർ 8 മണിക്കൂർ ട്രെയിനിൽ വരണം. അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ GM മാറുവാണ്, അപ്പോൾ ഇവരൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട് ടൗണിലെ ക്രീം 30 ഇന്നിവിടെ ഉണ്ട്, വരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഫ്രഷ് വിളിച്ച് അവൻ്റെ ബൈക്ക് എടുത്ത് നേരെ ഓടി പഠിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒന്നുമില്ല, നേരെ ഇങ്ങോട്ട് വന്ന് അവിടെ ഇറങ്ങി സൗത്ത് നിന്ന് താജിലേക്ക് പോയി ഒരു ഷോ അങ്ങോട്ട്. അവിടെയാണ് ലൈഫ്. അത് ബാക്ക്ഗ്രൗണ്ട് 30 പേരിലേ ഉള്ളൂ. സോ വി ബേസിക്കലി ടോക്ക് ടു ഇൻഡിവിജ്വലി ആൾക്കാരുടെ അടുത്ത് പോയി, നമ്മൾ അവരുടെ ഒരു ഭാഗമാണ്, ഒരു പ്രൈവറ്റ് ഷോ പോലെ. അത് കഴിഞ്ഞിട്ട് ഈ അശ്വിൻ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ഇമോഷണലായിരുന്നു. ആ ഡിന്നറിൻ്റെ മൊത്തം സമയം അവർ ഇതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. എനിക്ക് ഭയങ്കര പ്രൗഡായി. ലൈക്ക് എന്നിട്ട് അതായത് ഈ ജസ്റ്റ് സാറ്റ് വിത്ത് മീ. ഞാൻ പുറത്ത് നിലത്തിൻ്റെ കൂടി ഇരുന്നു. എന്നിട്ട് എന്താണ് പരിപാടി ലൈഫിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അമ്മാവൻ ദുബായി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവായിരിക്കും.
പോണോ? ഞാൻ പറഞ്ഞു പോണ്ടേ. പറഞ്ഞു ഈ ആളുകൾ ദേ സീൻ ദ വേൾഡ്. അവർ ഈ പറയുന്ന പോലെ ലാസ് വേഗാസും കോപ്പർഫീൽഡും എല്ലാവരും അവർ കണ്ടിട്ടുണ്ട്. അവർ ഇത്രയും പറയണമെങ്കിൽ യു ഹാവ് സംതിങ് ഇൻ യു. നമുക്കൊരു ട്രൈ ചെയ്താലോ പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇമോഷണൽ ആവാൻ തുടങ്ങി. എന്നിട്ട് ആളുടെ പോക്കറ്റിൽ നിന്ന് ഒരു പാഡും പെന്നും എടുത്തിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് കേട്ടു, ഇത് എറണാകുളത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇവൻറ്റ് മാനേജേഴ്സിൻ്റെ നമ്പറാണ്, അല്ല ഓണേഴ്സിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അവർ വിളിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഞാൻ ഇങ്ങനെ നോക്കി, അപ്പോയിൻമെൻറ്റ് എടുക്കാൻ അറിയില്ലേ? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അശ്വിൻ പറഞ്ഞു എന്ന് പറയണം. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് അദ്ദേഹം, ഞാൻ സന്തോഷമായിട്ട് പോയി. എനിക്ക് അദ്ദേഹം ഒരു പേയ്മെൻറ്റും തന്നു. ഒരാഴ്ച ഞാൻ ആരും വിളിച്ചിട്ടൊന്നുമില്ല, എനിക്കൊരു ചമ്മൽ. പിന്നെ ഒരു ചൊവ്വാഴ്ച ഞാൻ വെറുതെ ഒരു നമ്പർ എടുത്തിട്ട്, അപ്പോൾ കുറേ നമ്പർ റാസ്മെറ്റാസ്, അത് എക്സിക്യൂട്ടീവ്, ഇങ്ങനെ കുറേ കേൾക്കുന്നുണ്ട്. അതിലൊന്ന് എർഗോ. പേര് കേൾക്കുമ്പോൾ എന്തോ എനിക്കത് ഇഷ്ടം. ഞാൻ എന്നിട്ട് വെറുതെ ഡയല, ആദ്യത്തെ ഡയല. അപ്പം എന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അപ്പുറത്തുനിന്നൊരു ശബ്ദം, മോനെ പറയും രാജേഷ്. അങ്ങനെയാണ് നിങ്ങളുടെ. അപ്പോൾ എനിക്കത് ഭയങ്കര, അങ്ങനെ ഞാൻ എന്നിട്ട് നേരെ അവരുടെ ഓഫീസിലേക്ക് പോവുക. അന്ന് ആണ് ആ റിലേഷൻ അവിടെ ഫോം ചെയ്യുന്നത്. സെയിം തിങ്. അന്ന് എനിക്കൊരു ഫസ്റ്റ് ഇവൻറ്റ് തന്നു കോവളത്ത്. അതായത് ഫസ്റ്റ് പ്രൊഫഷണൽ ഇവൻറ്റ് എനിക്ക് കോവളം ലീലയിൽ തന്നു. അതൊരു വലിയ ഇവൻ്റ് ആയിരുന്നു, ഒരു കാസിനോ നൈറ്റ് പറഞ്ഞിട്ട്. അതും ഒരു ഓൾ ഇന്ത്യ ആളുകളൊക്കെ വരുന്ന ഇവൻ്റാണ്. എനിക്ക് അന്ന് ഇംഗ്ലീഷൊന്നും വലിയ ധാരണയില്ല, പക്ഷേ പെർഫോമൻസിൻ്റെ റിലേറ്റ് ചെയ്ത എല്ലാ ഇംഗ്ലീഷും എനിക്കറിയാം. കാരണം ഞാൻ കണ്ട പെർഫോമൻസ് എല്ലാം പുറത്തത്തെ ആൾക്കാരെ വായിക്കുന്ന പുസ്തകങ്ങൾ അതല്ലേ. അപ്പോൾ എനിക്ക് അത് ഒരു പ്രശ്നമില്ലാതെ ഹാൻഡിൽ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഷോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ നേരത്തെ നാഡീശാസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞു. യെസ്. അപ്പം നാഡീശാസ്ത്രം എന്ന് പറയുന്നത് കാൽക്കുലേഷൻസ് അല്ലേ ബേസിക്കലി? അല്ല, അട്ടർ നോൺസെൻസ് ആണ്. നോട്ട് ഈവൻ കാൽക്കുലേഷൻ. 1% പോലും സത്യമില്ല. വൈ ഡു സേ ദാറ്റ്? വൈത്തീശ്വരൻ കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം തമിഴ്നാട്ടിൽ, അവിടെയാണ് ഈ ബിസിനസ് ഉള്ളത്. പലയിടത്തും ഉണ്ടല്ലോ. അല്ല, അവിടെയാണ് ഇതിൻ്റെ ഈറ്റിലം. അവിടെ ഒരുപാട് കുടിലുകളാണ്. അതായത് ഒരു ഏരിയ ആണ്. നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഒരു ചേരി അങ്ങനെയൊക്കെ പറയില്ലേ, അതൊരു കൾട്ട് ഏരിയ ആണ്. അവിടെ എല്ലാ ചെറിയ വീടുകളിലും. അപ്പോൾ എന്താണ് ഇവർക്ക് ഇതിനുള്ള കോഴ്സ് എന്നോ ഒരു ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. ആ ഏരിയ അതിന് ഫേമസ് ആണ്, അതിനുവേണ്ടി ആൾക്കാർ അവിടെ പോകുന്നു എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ചില സ്ഥലത്ത് ഇഡ്ഡലി കടയൊക്കെ തുടങ്ങുന്ന പോലെ കുറേ ഉണ്ടാവും അതുപോലത്തെ. അപ്പോൾ അവർ പറയുന്നത്, നമ്മൾ ലോജിക് കൊണ്ടും കുറച്ച് അളക്കണം. ശിവൻ്റെ കഥ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അതും പറയാം. വൈത്തീശ്വരൻ അല്ലേ. അപ്പോൾ എന്താ അറിയോ, ഇവർ പറയുന്നത് ഉണ്ടായിരുന്ന എല്ലാവരും, ഇപ്പോഴുള്ള ഇനി ഉണ്ടാവാനുള്ള എല്ലാവരുടെയും ഓല അവിടെ ഉണ്ടെന്നാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗൂഗിളിൻ്റെ സെർവർ റൂം എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. ഹൗ ഇസ് ഇറ്റ് പ്രാക്ടിക്കൽ ഇൻ എ സ്മോൾ? അതല്ല. ഇനി ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് കുറേ പറയാം, പക്ഷേ അഗൈൻ നമ്മുടെ സബ്ജക്റ്റ് അതിനോട് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ജസ്റ്റ് സെർച്ച് ഇൻ ഗൂഗിൾ അല്ല യൂട്യൂബിൽ. ഇത് അവിടുത്തെ തന്നെ മെയിൻ മീഡിയകൾ ഇത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ ഓല കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കിലോമീറ്റർ നടക്കണം. അവിടെ പോയിട്ടാണ് ഇവർ ഈ ഓല ശേഖരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ അമ്പിളിച്ചേട്ടൻ്റെ ക്യാരക്ടർ ഈ ഫോർജ് ചെയ്തിട്ട് പഴയതുപോലെ ആക്കും പേപ്പറെല്ലാം, ഇവിടം സ്വർഗമാണെന്ന്. അതുപോലെ ഈ ഓലകൾ അവരെങ്ങനെയാണ് പഴയതുപോലെ ആക്കുന്നത്, ഇതൊക്കെ അവർ ക്ലിയർ ആയിട്ടൊരു ഡോക്യുമെൻ്ററി ആയിട്ട് തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളിത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വർഷങ്ങൾ മുമ്പേ തന്നെ പല സാധനങ്ങളും എടുത്ത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, അതുകൊണ്ട് എക്സ്പോസിങ് ചെയ്തിട്ട് അപ്പോൾ വി ഗോട്ട് ദ ആൻസേഴ്സ് വി വാണ്ടഡ് ടു. കാരണം നമ്മളിതൊക്കെ ഈ ഒരു സമയത്ത് മിസ്റ്ററി നമ്മളിത് നോ അതിൽ കുറച്ച് പാർട്ടുകളുണ്ട്. ഒന്ന് ബ്ലഫ്, ഡെഫിനറ്റ്ലി ബ്ലഫ്. കാരണം പിന്നെ ഈ നിന്നിഷ്ട അന്വേഷണം എന്ന് പറഞ്ഞ സിനിമയിൽ കാണിച്ച പോലെ ദേ ഹാവ് വേസ് ആൻഡ് ഏജൻസ് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദിസ് പേഴ്സൺ. അപ്പോൾ നിങ്ങൾ നേരത്തെ വിളിക്കണം, നേരത്തെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ഇത് പറ്റുള്ളൂ. അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് വലിയ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരുടെ മെത്തേഡ് പറ്റിയിട്ട് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാച്ചല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വേറെ ആളാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ അവർ പറയും നിങ്ങളുടെ ഇതിലില്ല. ഈ ഒരു ഇൻഫർമേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ആരും എഴുതിയതാണെങ്കിലും ഇന്നതാണ് പറഞ്ഞാൽ മര്യാദക്ക് കൃത്യമായിട്ട് ഉണ്ടാവണ്ടേ. അതായത് സിനിമയിൽ എന്തുകൊണ്ട് തോറ്റു കൃത്യമായിട്ട് പറയാൻ പറ്റുമോ, ലളിതമായി പറയാൻ പറ്റുമോ നിൽക്കുന്നുണ്ട്. ഇതല്ല, ഇതൊരു എസ്സിൽ തുടങ്ങുന്ന പേരാണല്ലോ നിങ്ങളുടെ അച്ഛൻ്റെ, അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും നോക്കിയിട്ട് അവർ അടുത്തതിടും. എസ് ഇത് ഗായും ആവാം. ഇത് അതായത് കോൾ റീഡിംഗ് എന്ന് പറയും. ഓക്കെ, ബേസിക്കലി കോൾ റീഡിംഗ്. പാമിസ്ട്രിയുടെ പുസ്തകങ്ങൾക്ക്
പാമിസ്ട്രി അഗെയിൻ അനദർ ബ്ലഫ്. ഓക്കെ. അതെ, ഞാനിപ്പോൾ ഒരു ആവശ്യമില്ലാതെ ഇവിടെ വന്നിട്ട് മെൻ്റലിസത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ തന്നെ കുറേ ദ്രോഹമുണ്ട്. ഇനിയിപ്പോൾ ഇതിനെല്ലാം കുറേ ആൾക്കാർ, കാരണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയുമ്പോഴേ അസ്ട്രോളജി ഉണ്ടല്ലോ, അത് അതിനേക്കാളും വലിയ ബ്ലഫ്. ഓക്കെ, ഐ എം സോ സോറി. ഓക്കെ. ഇതെങ്ങനെ എനിക്കറിയാച്ചാൽ ഞാനിത് പഠിച്ചതുകൊണ്ടാണ്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ചപ്പടാച്ച് പറയുന്നതല്ല. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 10 30 32 സബ്ജക്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണെന്ന് പറയുന്നതോ? ആര് പറഞ്ഞു? അങ്ങനെയാണല്ലോ പറയുന്നത്. ഇറ്റ്സ് ഓൾ ആസ്ട്രോണമി, ദ റിയൽ സയൻസ്. ആസ്ട്രോണമി. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനം, അതിൻ്റെ സഞ്ചാരപഥം, അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഒരു കണ്ടുപിടുത്തം കൂടിയാണത്. നമുക്ക് ഇവിടുന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പാരഡി ആയിട്ട് ഉണ്ടാക്കിയൊരു വേർഷനാണ് ഈ ആസ്ട്രോളജി, ഫലഭാഗ ജ്യോതിഷം. അതാണ് ആസ്ട്രോളജി. മറ്റത് വാനനിരീക്ഷ ആസ്ട്രോണമി, ഇത് ആസ്ട്രോളജി. ഓക്കെ, ഫസ്റ്റ് ബേസ് നമ്മൾ പൊളിക്കേണ്ടത്, ഇത് നമ്മളിവിടെ നാട്ടിൽ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാവർക്കും പൊള്ളുന്നത്, എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്ന തുടങ്ങിയ ആർഷഭാരത സംസ്കാരത്തിനെ ചോദ്യം ചെയ്തു എന്നിട്ടാണ് തുടങ്ങുന്നത്. ഇത് ആർഷഭാരതത്തിൻ്റെതേ അല്ല എന്നുള്ളതാണ് ആദ്യത്തെ സത്യം. ബാബിലോണിയയിൽ, ഇറാഖ്, പണ്ടത്തെ ഇറാഖ്, അവിടെ ഉണ്ടായൊരു പരിപാടിയാണിത്. അവിടുത്തെ ആളുകളാണ് ആദ്യം ഇത്, അതായത് എപ്പോഴും ഒരു ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരു പേടി, ആളുകളുടെ പേടി, കൊതി, ഈ സംഭവങ്ങളെ ചൂഷണം ചെയ്യാനും പറ്റുന്ന ആളുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നത്. അങ്ങനെ അവരിത് തുടങ്ങി കുറച്ച് വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 520 വർഷത്തിന് അത്ര പഴക്കമുള്ള സബ്ജക്റ്റിന്. ദെൻ ഇത് ഗ്രീക്കിലോട്ട് പോയി. അവിടെ എത്തുമ്പോൾ ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ട് അവരിത് ഭയങ്കര കോമഡി ആയിട്ട് എടുത്ത്, ആ സംഭവമാണ് അവരുടെ സബ്ജക്റ്റാണ് നമ്മൾ ഇങ്ങോട്ട് പകർത്തിയത്. അപ്പം നമ്മുടെ ദൈവങ്ങൾക്കും ഗ്രീക്കിലെ പല യവന കഥകളായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ടെന്ന് അറിയാലോ. ദെൻ ഈ വേർഷൻ ഇവിടത്തേക്ക് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഇവരൊരു ലോക്ക് ഇടും, ശാസ്ത്രത്തിനെ ചോദിക്കാൻ പാടില്ല. അതിനെവിടെയാണ് ശാസ്ത്രം? ഇത് ശാസ്ത്രമല്ലല്ലോ, ശാസ്ത്രം ആസ്ട്രോണമി അല്ലേ. ഈ ശാസ്ത്രം എന്താ വെച്ചാൽ ശാസിക്കുന്നത് ശാസ്ത്രം. നമ്മുടെ പ്രമാണങ്ങൾ ഒക്കെ ഇവിടെ ആദ്യം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്, ശാസിക്കുന്നത് ശാസ്ത്രം. പിന്നെ ഇവർ ഇമ്മീഡിയറ്റ്ലി വിശ്വാസമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനെ ഞാനിത് എൻ്റെ ഏട്ടൻ ഇതിൻ്റെ ഒരു വിക്റ്റിമാണ്. എൻ്റെ ബ്രദർ ഒരു 7 വർഷത്തോളം ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് പഠിച്ചത് ആസ്ട്രോളജിയാണ് പഠിക്കാൻ പോയത്. അതും വൺ ഓഫ് ദി ബെസ്റ്റ് അക്കാദമി കേരളത്തിലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം പഠിച്ചത്. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റുഡൻറ്റിൽ ഒരാളായിരുന്നു ഏട്ടൻ പിന്നെ അത് പെർസ്യൂ ചെയ്തിട്ടില്ല. റീസെൻ്റ്ലി ഒരു സംസാരത്തിൽ ആളെന്തോ ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ എന്നോട് പറഞ്ഞു, നീയൊക്കെ കാരണം മനുഷ്യന്. അപ്പം ഞാനിതിനെ എതിരെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പം ആളത് ചെയ്താൽ എനിക്കതൊരു വിഷമമായാലോ അല്ലെങ്കിൽ എനിക്കതൊരു കുറച്ചിലായാലോ എന്ന് പറഞ്ഞാൽ ആളത് പെർസ്യൂ ചെയ്തില്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ആകെ ഞാൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോയ ഒരു മൊമെൻ്റ് ആയിരുന്നു. അതായത് അതിൻ്റെ വിക്ടിം എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാനിതെന്തിനാണ് വെറുതെ പറയുന്നത്? നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ ഈ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേറൊരാൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കറിയാത്തത് കൊണ്ട് അങ്ങനെ എനിക്കിപ്പോൾ ഇതിലൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതിലവർ ഉപയോഗിക്കുന്ന ഇത് കൺവിൻസ് ചെയ്യണമല്ലോ, അതിനുപയോഗിക്കുന്ന കോൾ റീഡിങ് പോലെ പല ചില സാധനങ്ങൾ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എല്ലാം എവിടെയോ ബോഡി ലാംഗ്വേജ് റീഡിങ്ങും പല തരത്തിലുള്ള അത് അവർ കുറേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പം ഇപ്പോൾ ഒരു ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ, ബസ് കണ്ടക്ടർ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നത് MA സൈക്കോളജി പഠിച്ചിട്ടല്ല. അയാൾക്കതേ അറിയേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ആ സാഹചര്യത്തിനും അങ്ങനെ തിയറി ഓഫ് എവല്യൂഷൻ പോലെ വലിയ സിദ്ധാന്തങ്ങളെന്നും എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സാമ്പിളൊന്നും എടുക്കാം. നമ്മൾ നിലനിന്ന് പോകണമെങ്കിൽ അതിൽ എക്സീഡ് ചെയ്ത് പോകണമെങ്കിൽ, അല്ലാത്തവരൊക്കെ എക്സ്റ്റൻറ്റായി പോകും. ഒരു ചെരുപ്പ് കുത്തി അയാൾക്ക് അറിയാൻ ദൂരത്ത് നിങ്ങളുടെ കാലിൽ എന്തോ ചെരുപ്പിന് എന്തോ പ്രശ്നം, അയാൾക്ക് അതേ അറിയേണ്ട കാര്യമുള്ളൂ. ഒരു അംബ്രല നന്നാക്കുന്ന ആൾ നോക്കൂ, അവരൊന്നും പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ ജീവിച്ചു പോകാൻ. ഒരു കള്ളന് അവൻ്റെ സ്കില്ല് പോലെ തന്നെയാണിത്. നമുക്കിവരോടൊന്നും ഒരു പ്രശ്നമില്ല, ജീവിക്കാനല്ലേ. പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന ദ്രോഹങ്ങളെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങിയ സമയം തൊട്ടാണ് ഇതിനെതിരെ സംസാരിക്കുക. എന്നാലും നമ്മൾ എവിടെയും പോയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കില്ല. ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ, നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇങ്ങനെ അബദ്ധത്തിൽ വീഴുന്നതുകൊണ്ട് ഇപ്പോൾ ചൊവ്വാദോഷം എന്നെല്ലാം പറഞ്ഞാൽ മണ്ടത്തരത്തിൽ വിശ്വസിച്ചിട്ട് എത്ര പേർക്കാണ് ഇത്. ഞാൻ പറയുന്നില്ല കല്യാണം കഴിച്ചിട്ടെങ്കിൽ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു ഒന്നും, അങ്ങനത്തെ ഒരു ഐഡിയ ഉള്ള ആളല്ല ഞാൻ. പക്ഷേ അങ്ങനെ ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് പോലും പിന്നെ പറ്റാതെ. അത് മാത്രമൊന്നുമല്ല, ഇപ്പം നമ്മൾ എത്ര വാർത്തകൾ റീസെൻ്റ്ലി കാണുന്നു, അച്ഛനമ്മേനെയും കൊല്ലാൻ പറയുന്നു. ഒത്തിരി അധികം നമ്മൾ ഇതുപോലത്തെ എന്താ പറയുക സാക്രിഫൈസ്, ഹ്യൂമൻ സാക്രിഫൈസിൻ്റെ ഒക്കെ. എനിക്ക് തോന്നുന്നത് പണ്ട് ആസ്ട്രോളജേഴ്സ് എന്ന് പറയുന്നത് ഈ അന്ന് ഈ പിന്നെ മോഡേൺ ഇങ്ങനത്തെ സൈക്കോളജി ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിശ്വാസം കൊണ്ട് എടുക്കാമെന്ന് പറയുന്ന പോലെ അവർ ഏറ്റവും നല്ല കൗൺസിലേഴ്സായിട്ടോ അല്ലെങ്കിൽ അതായത് നിങ്ങളോട് ഞാനിപ്പം യുങ്ങിൻ്റെയും ഇവരുടെ ഒന്നും സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തന്നാൽ
ഈ തുണിയും മണിയും അറിയാത്ത ഒരാൾ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അത് മനസ്സിലാവും? അവർക്ക് പേടി മഴേനെ. അപ്പോൾ അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാരണം പറഞ്ഞാലേ നിങ്ങൾ പേടിക്കുള്ളൂ. അത് നേരാവണ്ണം പറഞ്ഞിട്ടൊരു അഡ്വൈസ് കൊണ്ട് മാറ്റുന്നതിനേക്കാളും പേടിപ്പിക്കണം അല്ലെങ്കിൽ കൊതിപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആൾക്കാരെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഐഡിയയിൽ അന്ന് തുടങ്ങിയതാണ്. പക്ഷെ അന്ന് ആൾക്കാർക്ക് ചെറിയ ജീവിതമല്ലേ, അവർക്ക് ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, പ്രത്യുൽപാദനം വേണം, ഇതിനപ്പുറത്ത് ലൈഫില്ല. ഇന്നല്ല, ഇന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മാനിപ്പുലേഷൻ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ യു പേഴ്സണലി ഡോണ്ട് ഹാവ് എ ഗോഡ്, യു ഡോണ്ട് ബിലീവ് ഇൻ എ ഗോഡ് ആസ് എൻ എൻറ്റിറ്റി പ്രൊട്ടക്ടിങ് ഓർ ടേക്കിംഗ് കെയർ ഓഫ് തിങ്സ് അറൗണ്ട്. നിങ്ങൾക്ക് ആ വാക്കെടുക്കാം, സിദ്ധാന്തം എടുക്കാം. ഇപ്പം നമ്മൾ തത്വമസി എന്നൊക്കെ പറയുന്ന പോലെ പല സിദ്ധാന്തവും എടുക്കാം. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന മതഗ്രന്ഥങ്ങളിലുള്ള ദൈവത്തിനൊന്നും എനിക്ക് വിശ്വാസമില്ല. ഐ മീൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ റിലീജിയൻ. അപ്പം പിന്നെ അത് കൊണ്ടുവന്ന് ഒരു പുസ്തകം സ്വർഗത്തിന് ഫാക്സ് അയച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ വിശ്വസിക്കണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന നമ്മൾ പറയും എല്ലാ പുസ്തകങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളും സ്നേഹവും സമാധാനയെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷെ അത് അതേപോലെ പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾക്കെല്ലാം ഇത്രയും വലിപ്പം കൂടിയെന്ന് പറയും. ഉപകഥകൾ, കഥകളൊക്കെ ചേർത്ത്. സോ നമുക്കറിയാവുന്ന ചുറ്റുള്ള എല്ലാ ദൈവങ്ങളും മനുഷ്യരുടെ രൂപത്തിലുണ്ടായിരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അന്നത്തെ ആളുകൾ എല്ലാം പറഞ്ഞത് കുറച്ച് വളച്ചിട്ട് വേറൊരു ലൈനിൽ കൂടിയിട്ടാണ് പറയുന്നത്. നേരാമണ്ണം അവരങ്ങനെ പറയില്ലല്ലോ അല്ലേ, മൊഴിമുത്തുകൾ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ ഇത് വേറെ രീതിയിൽ പറഞ്ഞുതരാൻ നോക്കിയാണെന്ന് വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതായത് മനുഷ്യന്മാരായിട്ട് തന്നെയാണ് രാമനും കൃഷ്ണനും യേശു എല്ലാവരും ഉള്ളത്. അപ്പം നമുക്ക് മനുഷ്യന്മാരിൽ കണ്ടാൽ പോലെ ഈ ദൈവങ്ങളാ. ആദ്യത്തെ ഡി പിയിൽ ഫഹദും മോഹൻലാലും നിൽപ്പുണ്ട്, ലാലേട്ടനുണ്ട്. അതെന്തായിരുന്നു സംഭവം? അതെന്തായിരുന്നു ആ ഒരു മൂമെൻറ്റ്? എന്താണ് എക്സാക്ട്ലി, എവിടെ വെച്ചാണ് ഇവരെ കണ്ടത്, എന്താണ് ചെയ്തത്, വാട്ട് വാസ് ഇറ്റ് ഓൾ അബൌട്ട്? അതിപ്പോൾ റീസെൻ്റ്ലി എടുത്തതാണ്. അത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ഒരു അനൂപേട്ടൻ. അവരൊരു ഫ്ലാറ്റ്, അപ്പം അവിടെ അവർ ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് എനിക്ക് പോകാനേ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പം 2-3 പ്രാവശ്യം വെയിറ്റ് ചെയ്തപ്പോഴും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അന്ന് അതൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ചേച്ചി ഓൾറെഡി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ദേ മെയ്ഡ് ഇറ്റ് ലൈക്ക് ഒരു ഷാനു ഫഹദ് അവരെ പരിചയപ്പെടാൻ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്ന് എല്ലാം കൂടി ഒത്തു വന്നു. അങ്ങനെ അന്ന് എല്ലാവരും കണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. താങ്ക് യു. എനിക്കും ഭയങ്കര ഇഷ്ടമായി അന്ന്. എന്നിട്ട് നമ്മൾ പെർഫോം ചെയ്തു കുറച്ച് സമയം. അത് സാധാരണ അങ്ങനെ നമ്മുടെ ഗാദറിങ് അങ്ങനെ ഉണ്ടാവും. നമ്മൾ തന്നെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ എൻ്റർടൈനിങ്, നല്ല രസമായിരിക്കും. യു ഹാവ് എ ലോട്ട് ഓഫ് സെലിബ്രിറ്റി ഫ്രണ്ട്സ്, ഒത്തിരി സെലിബ്രിറ്റീസ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. വൈ ഇസ് ഇറ്റ് ദാറ്റ് സോ മെനി പീപ്പിൾ ഗെറ്റ് ഡ്രോൺ ടു യു, എസ്പെഷ്യലി ഈ സെലബ് കമ്മ്യൂണിറ്റിയിൽ? ഞാനൊരു മുത്തുമണിയാണല്ലോ, പിന്നെ ഒരു ജീനിയസ് ആണല്ലോ. അപ്പോൾ അല്ല, ഇതിനൊക്കെ എങ്ങനെ ഉത്തരം പറയും? അതില്ലേ, സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളെ ഫ്രണ്ടാക്കലൊന്നുമില്ല, സത്യമായിട്ടുമില്ല. എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത് ഭയങ്കര ഒരു ബാധ്യത കൂടിയാണ്. അതൊരു ഇപ്പോൾ ലാലേട്ടൻ ഇവരുടെയൊക്കെ സമയത്തിന് ഭയങ്കര വാല്യൂ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ ഇതിന് ഇല്ലാത്തതുകൊണ്ടല്ല, എൻ്റെ സ്പിയറിലുണ്ട്. പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സമയം വെറുതെ അല്ല. ഓക്കെ, അതായത് അവർ വെറുതെ കളയുന്നതെന്ന് തോന്നുന്ന, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മൂഡ് സ്വിംഗ് ആയിട്ട് ഡിപ്രഷനായിട്ടിരിക്കുന്ന 6 മാസമല്ല, ആ 6 മാസവും വെറുതെ അല്ല. ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന അക്യുമുലേറ്റ് ചെയ്യുന്ന തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ അതിനെ ജീവിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഇതെല്ലാമാണ് അടുത്ത ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇവരൊക്കെ പ്രത്യേകിച്ചും ഇപ്പോൾ ലാലേട്ടനായിക്കോട്ടെ ഇവരൊക്കെ, അത് ഞാൻ അതിൽ എഴുതി നോക്കൂ, പില്ലേഴ്സ് എന്നാണ് അല്ലേ, ഭാവദശരഥം ദ പില്ലേഴ്സ് എന്നാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് വെറുതെ കുറച്ച് സമയം കിട്ടിയാൽ അത് അങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് വരേണ്ട സമയം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുക. അത് വെറുതെ നമ്മൾ പോയി അപഹരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ അവരെടുക്കുന്നു, നമ്മൾ മെസ്സേജ് അയച്ചാൽ അവർ റിപ്ലൈ ചെയ്യുന്നുള്ളത്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഒരുപാട് ആവശ്യമില്ലാതെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറേയൊക്കെ നമ്മൾ ആ ഒരു ഇൻറ്റിമേറ്റ് സർക്കിളിലായി കഴിയുമ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് പലതും അവരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ എത്ര സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ കാര്യം ചിലപ്പോൾ നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് അവിടുന്ന് ഒരു പ്രൊജക്റ്റ് ഇവരിലേക്ക് എത്തിക്കാനായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നിസ്സാരമായിട്ടൊരു വിഷ് വീഡിയോ അല്ലെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞാൽ ഇവർ ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ടും ആ ആക്സസ് നമുക്ക് ഉള്ളിടത്തോളം നമ്മൾ മാക്സിമം ഡാമേജ് അവരിലേക്ക് എത്തിക്കാതെ ഫിൽറ്റർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ട് കൊണ്ടുപോയ പരിചയപ്പെടുത്തുന്ന ഒരാൾ നോ പറയാൻ പറ്റാതെ അവരെന്തെങ്കിലും സംബന്ധിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഞാൻ പറയുന്നത് സിനിമാക്കാർ മാത്രമല്ല, ഒരു എഴുത്തുകാരനായിക്കോട്ടെ, അങ്ങനെ ഒരു ഞാൻ വിചാരിക്കുന്നത് അതിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതൊരു ഭയങ്കര ഉത്തരവാദിത്തമാണ്. But have proximity to all the celebrities helped you in your career in some way?
ഞാൻ എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത് ഒന്നുകിൽ നമുക്ക് അത്രയും വാമത്തുള്ള ഇടങ്ങൾ. ഞാൻ എഗെയിൻ പറയണം, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാനൊരു ആളുടെ അടുത്ത് കൂട്ടുകൂടാൻ അങ്ങനെ നിന്നിട്ടുണ്ടാവില്ല. പലതും നമ്മളിലേക്ക് എത്തിയതായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ കണ്ട് എനിക്ക് തോന്നുന്നു 2-3 പേരേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുന്ന ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഒരു വാംത്ത്, ഇപ്പോൾ ലെസ്സെ ആസിഫ്, അങ്ങനെ കുറച്ച് സൗഹൃദം, ഇപ്പോൾ ജിസ്റ്റോ, അങ്ങനെ കുറച്ച് സൗഹൃദങ്ങൾ എനിക്കുള്ളത് അവർ ഭയങ്കര വാംത്താണ് അവരുടെ കൂടെ ഉണ്ടാകും. അത് ഞാൻ ഇവരുടെ കാര്യം പറയാത്തതാണ്, അവർ ഫാമിലി പോലെയാണ്. അപ്പം അവർ അമേസിങ് ഹോസ്റ്റാണ്. അവർ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ബ്രദർലി ഫീൽ. അപ്പം അങ്ങനെ കാരണങ്ങൾ കൊണ്ട് കാണുന്നവരുണ്ട്. അവിടെ ഒരു എന്തെങ്കിലും പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കില്ല നമ്മളൊക്കെ ഉണ്ടാവുക. ചില ഇടങ്ങളിൽ നമ്മളെപ്പോഴും പിന്നെ ആ കൊടുക്കൽ വാങ്ങില്ല, ആ ഇടപെടലുകളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്ന് പോലും അറിയാത്തൊരു തോട്ടാണ്. ഞാനത് വെറുതെ പറയാം. ആളുകൾ പറയും ഇപ്പം എങ്ങനെയാണ് ഒരാൾക്ക് വിസ്ഡം ഉണ്ടാവുക, പറയും അങ്ങനെ നോളജ് വിസ്ഡം. ചിലർ വായിക്കണം, ചിലർ ട്രാവൽ ചെയ്യണം. ഡെഫിനറ്റ്ലി യെസ്, വിത്ത് റൈറ്റ് ഇൻറ്റൻഷൻ ആൻഡ് മൈൻഡ് സെറ്റ് അങ്ങനെ ചെയ്താലൊക്കെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ചോളൂ, അല്ലേ? കൂടുതൽ ചിന്തിക്കുന്നത് ക്ലാരിറ്റിയോടൊപ്പം. പക്ഷേ നമ്മളും പറയും ഒരു നല്ലൊരു ഷോ കാണാൻ പോകും. ഇത് കാണാത്തവർക്കും ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ കണ്ടവർക്കുള്ള അഡ്വാൻറ്റേജ് ആ അനുഭവം കൂടി കിട്ടുക. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ലൈഫ് ലോങ് ആയിട്ടുള്ള അനുഭവങ്ങളുടെ ചിന്തകളുടെ ആറ്റിക്കുറുക്കലായിരിക്കും ചിലപ്പോൾ ഒരു 100 പേജിൽ നമുക്ക് കിട്ടുന്നത്. അതും കൂടെ കിട്ടിയിട്ട് നിങ്ങൾക്കുള്ളതിൻ്റെ മുകളിൽ അതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. ഞാൻ നമ്മുടെ ഒരു ഷോ കാണാൻ വരുന്നവരോട് പോലും ഞാൻ അങ്ങനെ വിചാരിക്കുക, അതും കൂടെ കാണാമല്ലോ, ആ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായതുകൊണ്ട് ഇവർക്ക് എത്ര ഉണ്ടാവും. ഇവരിതിൽ ജീവിക്കുന്ന ആളുകളല്ലേ. അതായത് കഥകൾ മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ സ്റ്റോറീസായിട്ടാണ് കണക്ട് ചെയ്യുക. എന്തോരം സ്റ്റോറീസ്, സിനിമാ കഥകൾ മാത്രമല്ല പറയുന്നത്, എത്രമാത്രം സ്റ്റോറികൾ കളക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത് തന്നെ പലരെയും ലേസിയാക്കും, പലരെ നെഗറ്റീവ് ഷെയ്ഡിലോട്ട് മാറ്റാൻ എല്ലാം പര്യാപ്തമായൊരു ഭീകര ഒരു ബോംബാണിത്. പക്ഷെ അത് ഭയങ്കര നല്ല രീതിയിൽ കൊണ്ടുവരുന്ന, അതുകൊണ്ടാണ് അവർ എക്സീഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനത്തെ കുറച്ച് പ്രതിഭകൾ നമ്മുടെ കൂടെ, അവരുടെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്, ഞാനത് എനിക്ക് വലിയ ഭാഗ്യം ഏറ്റവും കൂടെ ഞാൻ വിചാരിക്കും. പക്ഷെ എപ്പോഴും അത് പഠിക്കാൻ തന്നെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമാകുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പോയിന്റിൽ നമുക്ക് അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റണം, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നു. വലിയ ഉത്തരവായി. ഈ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ഇതിൽ ഒരു മെൻ്റലിസ്റ്റ് എന്ന നിലയ്ക്ക് എത്തിക്കൽ ഡിലമ്മ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ബൗണ്ടറീസ് ഡ്രോ ചെയ്യണമെന്ന് തോന്നുന്നത് എവിടെയാണ്? ആസ് എ പേഴ്സൺ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ പറയേണ്ട ഉത്തരവാവില്ല. മെൻ്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് കോയിൻ ചെയ്ത് ചോദിക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വരുന്നത് രണ്ടിടത്തും ഇത് യൂസ് ചെയ്യാം. അതെന്താ വെച്ചാൽ എന്ന നിലയ്ക്ക്, ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾക്ക് നമ്മളെല്ലാം ഉത്തരവാദിയെങ്കിലും ഞാൻ ചെറിയൊരു ഉത്തരവാദിത്തം എടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊണ്ടുവന്നുള്ളൊരു പേരിലോ അല്ലെങ്കിൽ കുറച്ച് അല്ലേ തുടക്കത്തിലൊരു അപ്പോൾ അതുകൊണ്ട് ആരെന്ത് ചെയ്താലും അവസാനം എറിയുന്ന കല്ല് നമ്മളെ നേരെയും വരും. ഇപ്പം ചിലവർ ഹിപ്നോസിസ് എന്നുള്ള പേരിൽ ഇപ്പം കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന കാണുന്നുണ്ട്. ഒരുപാട് അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. മരിച്ചവരെ കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ പുലി വന്നിട്ട് മുമ്പിൽ വന്നിട്ട് ഇതിലും വലിയ ട്രോമ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാനൊരു ഉദാഹരണം ലേറ്റസ്റ്റ് എന്ന് പറയാം. അത് ചെയ്യാൻ പറ്റും, ചെയ്യാമോ ചെയ്യരുത്. നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു വളരെ സീരിയസ് നോട്ടിൽ ഇതൊക്കെ ഒരു അതീന്ദ്രിയ സിദ്ധി കൊണ്ട് ഉണ്ടാവുന്ന പോലെയൊക്കെ ഇത് കൺവിൻസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സയൻസാണ്. നമുക്ക് ആവശ്യത്തിന് പുറത്തുണ്ട് ഇഷ്ടം പോലെ ദ്രോഹം, നേരത്തെ പറഞ്ഞ ഒരുപാട് സബ്ജക്റ്റുകളെല്ലാം പുറത്തുണ്ട്. കുറേ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ്, ഈ പറയുന്ന സ്പിരിച്വൽ ആളുകളൊക്കെ ഇത് പഠിക്കുക. കാരണം അവർക്കിത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂള് പോലെയാണ്. പക്ഷെ നമ്മളിത് മേക്ക് ബിലീഫ് ആണ്, ഇത് മാജിക് ആണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ്. അതായത് പലപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രെമിസ് തന്നെ, സത്യം പറയണം, വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് അത് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായാലും ട്രിക്കല്ല, ഇതെങ്ങനെയാണ് ബാക്കിയൊക്കെ ട്രിക്ക് എന്ന് പറയും. നമുക്കങ്ങനെ അനുഭവമുണ്ട്. ഇത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ഇത് നിങ്ങൾ കാണിച്ചതുകൊണ്ട് നൗ ഐ ബിലീവ് ഇൻ, അങ്ങനെ പറയുന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഡൈല്യൂട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞാൻ അത് ഡൈല്യൂട്ട് ചെയ്യാൻ നോക്കും. കാരണം ഇറ്റ്സ് ടു ഹാർഡ് ടു ലൈക്ക് അപ്പം ഗീവ് ദം ഇൻ എ റീസൺ ടു ഡൗട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്പൈസ് അപ്പ് എ ലിറ്റിൽ ബിറ്റ്, അതൊരു കഥ പോലെയാക്കി കുറച്ച് അങ്ങനെ പോലും ചെയ്യുന്നുണ്ട്. ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നതല്ല, കാരണം ഐ തിങ്ക് നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഇതിൽ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ
അതിഭീകരമായിട്ടൊന്നും ഇപ്പോൾ ഹിപ്നോസിസ് പോലത്തെ സബ്ജക്റ്റുകളൊക്കെ വരുമ്പോഴാണ് ഇതിന് അങ്ങനത്തെ സാധ്യതകൾ കൂടുന്നത്. ഡേഞ്ചറസ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യില്ല എന്ന് തീരുമാനിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? എനിക്ക് ചെയ്യാൻ പറ്റും മെന്റലിസത്തിന്റെ ഭാഗമായിട്ട്, പക്ഷെ ഞാൻ ഇത് ചെയ്യില്ല. നമ്മളൊരു വേറൊരു രീതിയിൽ ഇതിനെടുത്താലോ, അതായത് ഒരു സമയത്ത് സ്റ്റേജ് ഇല്യൂഷൻസ് ഒക്കെ ഇവിടെ ഭയങ്കര ലെസ്സേ സാമ്രാജ്യം മുതൽ അദ്ദേഹമൊക്കെ ഉണ്ടായ സമയത്ത് ഇതൊരു വളരെ നിഗൂഢമായിരുന്നു. കാരണം എന്താണ്, കിട്ടാനില്ല, പഠിക്കാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ അത്രയും ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അത് ഉണ്ടായത് ഒരു സമയത്തൊരു മാസ് മജീഷ്യനൊക്കെ വന്നപ്പോൾ അത് എല്ലാം തീർന്നു. എല്ലാവരും അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. ഇപ്പം എല്ലാവർക്കും ഇല്ല. അപ്പം അവർ ഭൂരിഭാഗം പേരും ഒരു 80% ആൾക്കാരും ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി. നമുക്കറിയാവുന്നവരും അതിലുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പം തന്നെ നോക്കൂ, ഇതിനെ ഭയങ്കര സില്ലിയാക്കിയിട്ട് 2000 രൂപക്കും 3000 രൂപക്കും അല്ലെങ്കിൽ ഇങ്ങനെ കോഴ്സുകൾ, അല്ലെങ്കിൽ വെറുതെ എത്രത്തോളം ജെന്വിൻ ആണെന്നുള്ളതല്ല. ഇവഞ്ച്വലി ഇതിൻ്റെ ഒരു ഇത് പോവും, ഇതിൻ്റെ ഗ്രേസ് പോവും. ഒരു 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒന്നും അല്ലാതാവും. ഇതെല്ലാം ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാവും. അന്ന് നമ്മൾ ജനങ്ങളൊരു കള്ളനായിട്ടല്ലല്ലോ കാണേണ്ടത്. അപ്പോൾ ഇപ്പോൾ സത്യസന്ധമായിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ വെറുതെ കുറേ ക്ലെയിമും ഇതൊക്കെ പറഞ്ഞിട്ട് അന്ന് നീ ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ, അതല്ലല്ലോ വേണ്ടത്. അപ്പം നമുക്ക് അടുത്ത ട്രിക്കിൾ എഫക്റ്റിലേക്ക് പോകാം. ഓക്കെ, ധന്യ, നമുക്ക് ആസ്ക് യു ടു തിങ്ക് ഓഫ് എ ബുക്ക്. ഓക്കെ, ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ബുക്ക്. കണ്ണിൽ നോക്ക്. അങ്ങനെയല്ലേ? എന്നിട്ടില്ലേ, തന്നെ വായിച്ചതാവണം എന്നില്ല, പക്ഷേ എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം വിചാരിക്കണം. ബാലരമ പോലത്തെ ഒന്നല്ല, ഓഫ് കോഴ്സ് യു വോണ്ട്. ഒരു നല്ലൊരു പുസ്തകം വിചാരിച്ചോ. വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നതോ? അപ്പോൾ ആരാ പറഞ്ഞിട്ടുള്ളത് അറിയോ? ഒരു ഓസ്കർ വൈൽഡാണോ അല്ല മാർക്ക് ട്വെയിനാണോ? ഒരു പുസ്തകം മനസ്സിൽ വരുന്ന പുസ്തകം ഒരു പുസ്തകം ഒന്നിൽ കൂടുതൽ തവണ വായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ആ പുസ്തകം ഫസ്റ്റ് ടൈം നിങ്ങൾ വായിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയും. നല്ല കോട്ടാണ്. ഓക്കെ, എനിവേ, വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ആ പുസ്തകത്തിൻ്റെ പേര് പറയോ? ബിക്കമിങ്. മിഷേൽ. ബ്രില്യൻറ്റ്. ഞാനിനി വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഇത് പറയണ്ട, വിചാരിച്ചാൽ മതി. ഓക്കെ, ലിസൺ ടു മീ. നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയോ വായിച്ചിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഉണ്ടാവണം. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിന്റെ ഹുക്ക് വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മറക്കാൻ സാധ്യതയില്ല. ദാറ്റ്സ് ഓക്കെ. റാൻഡം ചോയ്സ് ദോ. ആ പുസ്തകം കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഇപ്പം ഇനി ഇത് കുറച്ചുകൂടി ഒരു ഫാൻറ്റസി ജേണിയിൽ ഇത് പറ്റുള്ളൂ. ആ പുസ്തകം ഇങ്ങനെ തുറന്ന് അതിലേ ഇങ്ങനെ പോവാ, മനസ്സിൽ വെറുതെ ഫ്ലിപ്പ് ത്രൂ. ഒരു ഈവനിങ് ആണ്, റെയിനാണ്, വിൻഡോ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആക്ക്, റൊമാൻറ്റിക് ആക്കാൻ ഞാൻ പറയില്ല. ഓക്കെ, ചാറ്റൽ മഴ, റേഡിയോ പാട്ടെല്ലാം ഉണ്ട്. വെറുതെ ഇങ്ങനെ കൈ ഒടിച്ച് കുറച്ച് അലസതയുണ്ട്. നീ ഏതൊരു വേർഡ് കണ്ടു, വിരലിങ്ങനെ ആ വേർഡിൽ നിൽക്കുക. ഇതൊരു ഷോർട്ട് വേർഡാണ്, ഞാനൊരു ക്ലൂ തരാം. ഈ സെക്കൻഡിന് മുമ്പ് ഇങ്ങനൊരു തോട്ടേ മനസ്സിലില്ലല്ലോ. ഇതിപ്പോൾ ഈ മൊമെൻ്റ് നടക്കുന്നതാണ് അല്ലേ? മാറ്റിയോ വേർഡ്? ഇല്ല, ഒരു വേർഡ് അല്ലേ? അഗെയിൻ പറയാണ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. യു ഹാവൻ തോട്ട് അബൌട്ട് ഇറ്റ്, മേ ബി ലൈക്ക് ഐ ഡോണ്ട് നോ. ഇപ്പോൾ ഈ മൊമെൻ്റ് നിങ്ങൾക്ക് കിട്ടിയൊരു തോട്ടാണ് അല്ലേ? ശരിയാണോ? കൺവിക്ഷന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ആളുകൾക്ക് മനസ്സിലാവണ്ടേ. ഞാനൊരു കാര്യം, ഇതൊന്ന് കാണണം. ഹലോ, 7 വർഷത്തിന് ശേഷമാണ് ധന്യയുടെ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. കാര്യം തന്നെ അത്ര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആളൊന്നുമല്ല, എന്നാലും ഞാനൊരു ശ്രമം നടത്തുവാണ്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകമാണ്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടി ശ്രമിക്കാം. വേർഡ് ഏതാന്ന് പറ. വേർഡ് ഞാൻ പറയട്ടെ. സോൺ. SOWN. സോൺ. How did this come to be? അതെങ്ങനെ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഇത് എപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്? ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് പറഞ്ഞൊന്നും കേട്ടില്ലേ? പക്ഷെ ഈ വാക്ക് എങ്ങനെ അവിടെ വന്നു? പുസ്തകം എങ്ങനെ അവിടെ വന്നു? അല്ല, ഈ പുസ്തകവും ആ വാക്കും തമ്മിൽ ഒരു പുസ്തകം ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഞാൻ എവിടെയെങ്കിലും യൂട്യൂബിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവാം. What are you talking about? That's my gift. Oh my God. Call me Adi. അതെന്ന് വിളിച്ചാൽ മതി.
ഗോഡ് എന്നൊക്കെ. താങ്ക് യു. ഓ പക്ഷെ ഞാൻ ഈ ബുക്ക് പാക്കറ്റിൽ കണ്ടിട്ടുമില്ല. ഇല്ല. ഐ സോ ദിസ് ബുക്ക് വിത്ത് യു. പക്ഷെ ഈ ഇതിനകത്ത് ഞാൻ നോക്കിയുമില്ല. നോക്കിയാൽ പിന്നെ എൻ്റെ ഐഡിയ ഒക്കെ കൊളാവില്ലേ, അപ്പം ഞാൻ വേറെ എന്തെങ്കിലും അപ്പൊ ചെയ്യേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് ബാഗിനകത്ത് വന്നു, വീഡിയോയ്ക്കകത്ത് വന്നു. ഇതെന്റെ ലൈബ്രറിയിൽ ഞാൻ എടുത്തത് വരെ കണ്ടോ? എടുത്തപ്പോൾ നോക്ക്, ആ സ്പേസ് ഇപ്പോഴും അവിടെ എം ടി ആണ്. ഇതാ നോക്ക്, അതില്ല ഇപ്പം. ഇനി അവിടെ ഞാൻ വേറെ എന്തെങ്കിലും പുസ്തകം കൊണ്ടുവെക്കണം. ആ വേർഡും കണ്ടു. അതേ ഞാൻ അവിടെ എഴുതി വെച്ചു. അപ്പം ഞാൻ എന്നിട്ട് അത് ഇതിൽ വെച്ച് കൊണ്ടുവന്നു നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ. ആകെ കൂടി എനിക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച മഴ പെയ്യുന്നു, മഴയും സോണും തമ്മിൽ ഭയങ്കര ബന്ധമാണല്ലോ. ചെടി സോൺ. ഇതെങ്ങനെ? I don't know. I mean, I do. ഞാൻ പറഞ്ഞു തരില്ല. അയ്യോ, അത് കൊള്ളാം. ഇത് രണ്ടാമത്തെ, ആദ്യത്തെ സ്വാൻ ആയിരുന്നു, ഇത് സോനായി. അതിനൊരു കണക്ഷൻ ഉണ്ട്. ആലോചിച്ചൊക്കെ ഉണ്ടോ? അവിടെ നിന്നാണോ ഇത് കിട്ടിയത്? എനിക്കാണോ കിട്ടിയത്? ഞാൻ അവിടെ എഴുതി വെച്ചിട്ട് അതെ. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് ഈവനിങ് ഞാൻ ഇവരെ കാണുമ്പോൾ ഞാൻ ഇവരോട് പറയും ഒരു ചിത്രം വരക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ ഏതോ ടെക്സ്റ്റൈൽസോ എന്തോ പറഞ്ഞു. ഇതിനകത്തൊരു ഗെയിം ഉണ്ടല്ലോ. ആ ഗെയിം എന്താണ്? എന്തെങ്കിലും ഒരു ക്ലൂ താ, എവിടെയെങ്കിലും ഒരു ക്ലൂ താ, ഒരു സമാധാനം. അപ്പം നിങ്ങൾ ഇൻസോമിനിയ കാണാൻ വരുമ്പോൾ ഇതിൻ്റെ ഒരു കുറേ വലിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്യില്ലേ? അപ്പം അന്ന് നിങ്ങൾ എങ്ങനെ ഉറങ്ങും? എന്തായാലും എന്നാലും ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് പറഞ്ഞു, ഇത് എങ്ങനെ ചെയ്തു? നിങ്ങളൊക്കെ വലിയ ബിഹേവ് ചെയ്യുന്നത് ഇത് എപ്പോഴും കാണുന്ന പോലെയാണല്ലോ. കൈയടിച്ചൂടെ? ആന്ന് പറയൂല, നിങ്ങളെ പറയില്ല എന്നർത്ഥം. വെറുതെ എന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. പറയും അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമില്ല, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. കുറേ ഉണ്ട് അതിലോ. ഈ ഒരു ട്രിക്കിൽ കുറേ കാര്യങ്ങൾ. ഈ ഒരു റുട്ടീൻ എന്ന് പറയാം നമുക്കൊരു അതായത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. എന്നിട്ട് നമ്മളതൊരു എനിക്കിത് ഇതിൽ എന്തൊക്കെയുള്ള സജഷൻ ഉണ്ട്? അതൊന്നും പറയാൻ പാടില്ല. എന്താ അറിയോ, അത് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് ചിന്തിക്കും. ഞാനിപ്പോൾ പറയാണ്, ലെറ്റ്സ് സേ നമുക്ക് ബേസിക് എന്ന് പറയാം. നമ്മളൊരു കോയിനൊക്കെ എടുത്ത് അത് മാജിക് കണ്ടിട്ടില്ലേ, നമ്മളിവിടെ വെച്ചു. അപ്പോൾ ആദ്യം മാജിക്കിന് അവരൊരു കോയിൻ എടുത്ത് ഇവിടെ വെച്ചു. എന്നിട്ട് അവരൊരു മാജിക് ബാൻഡ് എന്തെങ്കിലും എടുക്കും ആയിരിക്കും. എന്നിട്ട് അവരിങ്ങനെ ടാപ്പ് ചെയ്യും. ഇതിവിടെ വെച്ചു, കോയിൻ കാണില്ല. കോയിൻ ഡിസപ്പിയർ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് ബോധത്തിന് നമുക്കറിയാം കോയിൻ മാറ്റർ ഒരിക്കലും പോവില്ല, ഇല്ലാണ്ടായി പോവില്ല. അതെവിടെയോ എവിടെയോ ഒളിപ്പിച്ചു. സിമ്പിളാണ്, അതെ, ഹൈഡ് ചെയ്തു. അപ്പോൾ ഈ ഹൈഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേജിലാവണം. അതിന് നമുക്കിത് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചാൽ ഇവിടുന്ന് ഞാൻ കോയിൻ എടുക്കുന്നു. കോയിനിൻ്റെ കാണിച്ചിട്ട് തന്നെ പറയായിരുന്നു. ദാറ്റ്സ് ഓക്കെ. കോയിൻ എടുക്കുന്നു, ചെയ്യാം, റിങ് എടുക്കുന്നു, വെക്കുന്നു. എവിടെയാ നോക്കുക, എന്നെ നോക്കിയിട്ട് കാര്യമില്ല, നോക്കും, ഇങ്ങനെ വെക്കുക, അങ്ങനെ ചെയ്യാം. ഇതിലേതോ ഒരു മൊമെൻറ്റിൽ മാജിക് കാണാണ്ടാക്കണം അല്ലേ? ഓക്കെ. ഞാനാണെങ്കിൽ ഈ റിങ് എങ്ങനെ തിരിച്ച് ഫിംഗറിൽ വന്നു, എത്ര സ്പീഡിലായിരിക്കും ചെയ്തിട്ടുള്ളതെന്ന്. അതെ, ഇത്ര കാറ്റും വെളിച്ചം ആവശ്യമില്ല കോയിന്. അപ്പോൾ നമ്മൾ കോയിൻ എടുത്ത് ഇതിൽ വെച്ച് അത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ മാജിക് നടക്കണം. ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം. 1 ഒരു സ്റ്റേജ്, 2 ഇവിടെ വെച്ചു, 3 ഇത് അടച്ചു, 4 വാൻഡ് എടുത്തു, 5 ടാപ്പ് ചെയ്തു, വാൻഡ് അവിടെ വെച്ചു, 6, 7. ഈ 7 സ്ഥലത്തിൽ ഒന്നിലേ ഇത് നടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ 7 സ്ഥലത്ത് നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ സമയത്താണോ, എന്നത് എടുത്ത സമയത്താണോ, അപ്പം പോക്കറ്റിൽ പോയോ, ഇതൊക്കെ ആലോചിക്കാം. ഇനി 7 സ്ഥലം ഇല്ലാന്ന് വിചാരിക്കാം, ഞാൻ ഈ വാൻഡ് ഉപയോഗിക്കുന്നില്ല. ആ മജീഷ്യൻ എന്ത് ചെയ്യും? ഒരു കോയിൻ എടുത്തു, 1 സ്റ്റേജ് നോക്ക്, 1, 2, 3, 4, 5. ഇപ്പോൾ 7 ഇല്ല. ഈ 5 സ്ഥലത്തൊന്നും നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇതിലും സിമ്പിളാക്കാം. 1, 2, 3. ഇതാണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലും പ്യൂറാക്കാം. കോയിൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാത്രമേ ആലോചിക്കാൻ പറ്റൂ. നിങ്ങളുടെ ബാധ്യത കുറഞ്ഞു, ബേർഡൻ കുറഞ്ഞു, ഇവിടുന്ന് മാത്രം ആലോചിച്ചാൽ മതി. പക്ഷെ അത്രത്തോളേ നിങ്ങളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താമണ്ഡലം ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കയറൂരി വിടാം. ഇതിലെവിടെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സോ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് സജഷൻ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആലോചിക്കുന്ന മൊത്തം സജഷനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും. ഞാൻ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു മേക്ക് ബിലീഫ് ആർട്ട് ചെയ്യുമ്പോൾ മിയർ പസിൽ ഉണ്ടാക്കാം. അത് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രേക്ഷകരുമായിട്ട് സ്റ്റേജിലായാലും നമുക്കൊരു മിയർ പസിൽ ഉണ്ടാക്കാം. അതായത് ക്യാൻ യു ട്രൈ ടു ഫിഗർ ഇറ്റ് ഔട്ട്, അത്രേ ഉണ്ടാവുള്ളൂ അതിൽ. അത് റോങ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അവരാണ് ഈ
ട്രൈ ടു ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്നുള്ള രീതിയിൽ നിൽക്കുക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം പീപ്പിൾ വിൽ സീ ത്രൂ ദം. അപ്പോഴാണ് നന്ദി ചിരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കോമഡി ഷോ കാണുന്ന ആൾക്കാർ ഇങ്ങനെ ചാലഞ്ച് ചെയ്ത് കാണുമ്പോൾ. അല്ലെങ്കിൽ യു ക്യാൻ എൻ്റർടൈൻ ദം ഓർ യു ക്യാൻ ക്രിയേറ്റ് എൻ എക്സ്ട്രോർഡിനറി മൊമെൻറ്റ്. That's what you aspire for. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉത്തരം തരാനാണ് ഏറ്റവും കൺവീനിയൻറ്റ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അതൊരു ബ്രില്യൻ്റ് ആയിട്ട് തോന്നുന്നത്. ധന്യം ഇത്രയും എക്സ്പ്രഷൻ തരുന്നില്ലേ, അത് ജെന്യൂൻ ആയിട്ട് തോന്നുന്നു മനസ്സിലാവുമ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഇഫ് ദർ ഇസ് എ പ്ലേസ്, ഇത്രയും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഓഡിയൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡ്രീം പ്ലേസിൽ ചെയ്യണം എന്നുണ്ടോ? ഞാൻ അങ്ങനെ ആഗ്രഹിച്ച കുറേ എണ്ണം കഴിഞ്ഞു, ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി എനിക്കുള്ള ഒരു അടുത്തൊരു ഇഷ്ടം ഇത് നല്ല ചോദ്യമാണേ. എനിക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടം ഉണ്ട് ശരിക്കും. അത് ഞാൻ ഇപ്രാവശ്യം സിഡ്നി പോയിട്ടില്ലേ, അപ്പം ഞാൻ അവിടുത്തെ അത് ഭയങ്കര രസമുള്ള ഷോ ആയിരുന്നേ. നല്ല മനുഷ്യന്മാർ, ഭയങ്കര സ്നേഹമുള്ള ആളുകൾ. അപ്പം ഞാൻ എന്നിട്ട് ആ ഇഷ്ടം അവിടെ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, അതായത് ലാസ്റ്റ് ഷോ. അപ്പം നമ്മൾ എന്നിട്ട് സിഡ്നി ഓപ്പറ കാണാൻ പോയി. ഓപ്പറയുടെ അവിടെയൊക്കെ പോയി എന്നിട്ട് അവർ ടൂർ തരാണേ, അവിടുത്തെ ടൂർ ഗൈഡ് ഇങ്ങനെ ടൂർ വരുമ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് മാറിയിരുന്നല്ലേ ഇങ്ങനെ. അപ്പോൾ അവർ കുറേ പറയും ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ അവരവിടെ നിന്ന് വരും, ബാക്ക് സ്റ്റേജ് അതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക, വലിയ സ്ട്രിക്റ്റ് ഒന്നും ആവണ്ട, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യാം. അപ്പം നിങ്ങൾ അല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് അത് എൻ്റെ ഒരു ഇഷ്ടമുള്ള സ്റ്റേജാണിപ്പം. അതിന് കുറേ കാരണങ്ങളുണ്ട്. ചരിത്രപരമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഇറ്റ്സ് മാജിക് ഇറ്റ്സെൽഫ് ആ സ്ഥലം. അപ്പം നമ്മൾ എന്നിട്ട് ഞാൻ വെറുതെ ആ ടൈലൊക്കെ നിന്ന് തൊട്ട് നോക്കി അവിടെ ഇങ്ങനെ ചെവിയൊക്കെ വെച്ച് ഇങ്ങനെ ചാരി എന്നൊക്കെ നോക്കി ടു ഫീൽ ദാറ്റ്, എന്താ പറയുക, കഥ, ഇറ്റ്സ് എ സ്റ്റോറി. അങ്ങനെ അത് ഭയങ്കര ഒരു ഇമോഷണൽ കഥയുണ്ട് അതുണ്ടായതിന്. അപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് എ കൈൻഡ്. ഓപ്പറ പിന്നെയും ഉണ്ട്, ദുബായിലും അല്ലെ പല രാജ്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സിഡ്നിയിൽ ചെയ്യുന്നതിനേക്കാളും എക്സ്പെൻസീവ് ദുബായിൽ ചെയ്യാനാണ്. വി ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി പക്ഷേ ഐ വാണ്ടഡ് ടു ഡു സിഡ്നി ചെയ്യണമെന്നുണ്ട്. അതൊരു ഇമ്പോസിബിൾ ടാസ്ക് അല്ലാന്ന് ഇപ്പം എനിക്കറിയാം. നമ്മൾ ഇതിനു മുമ്പേ അത് ആഗ്രഹിച്ചിട്ടോ ശ്രമിച്ചിട്ടോ ഇല്ല. ഇപ്പം എൻ്റെ മനസ്സിലായി ഇഷ്ടമുണ്ട്. ലെറ്റ്സ് സേ 1 year. ഡെഫിനറ്റ്ലി അങ്ങനെയല്ലേ, അത് പറ്റും. യു ബിലീവ് ഇൻ ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം, പക്ഷെ ആഗ്രഹിച്ചാലല്ലേ തുടങ്ങും. ഇപ്പോൾ പോകുന്ന വഴി എന്നാൽ പിന്നെ വരും സിഡ്നിയിൽ ഷോ ചെയ്തിട്ട് വരും, അങ്ങനെ ആയിരിക്കില്ല. നമ്മളതിപ്പോൾ ആഗ്രഹിച്ചു, ഇനിയിപ്പം അത് നടക്കാനുള്ള ഒരു ഇപ്പോൾ സിഡ്നി വരെ എൻക്വയറി വന്നാൽ പോലും ഞാനത് ആലോചിക്കും. അറ്റ്ലീസ്റ്റ് ഞാൻ അവിടുത്തെ ആളുകളുടെ ഇത് പറഞ്ഞു, ദേ ആർ ഈവൻ ഹാപ്പി അത് പോസിബിൾ ആക്കാൻ നോക്കാൻ. അപ്പം അങ്ങനെ ഒരു എത്തിപ്പിടിക്കാൻ പറ്റാത്ത പോലത്തെ ഇപ്പോൾ ചന്ദ്രനിൽ പോയിട്ടൊരു മെൻ്റലിസം കാണിച്ചു കളയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഡെഫിനറ്റ്ലി ആണ്. അപ്പം പക്ഷേ ഇഷ്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അതിന് ഇത് റീസെൻ്റ്ലി ഉണ്ടായൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഐ ആം സർപ്രൈസ്. So I hope you get to travel wherever you want to and do whatever you want to do in all possible. എനിക്കറിയാം കുറേ വർഷത്തെ ഒരു ജേർണിയാണ്, and the journey continues, and I hope you continue on this journey forever. Thank you, Adi. Thank you so much. Thank you.